TV എടുക്കുന്ന സമയത്ത് നമ്മൾ മാത്സ് അങ്ങനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതാക്കുക. ഉം. എന്നിട്ട് ഷോർട്സും മൂവീസും നെറ്റ്ഫ്ലിക്സ് എല്ലാം ഡിലീറ്റ് ആക്കി അതൊന്നും കാണാണ്ടിരിക്കുക. അങ്ങനെല്ലാം ആക്കുക. എന്നിട്ട് കണ്ടിന്യൂ കണ്ടിന്യൂ. അടിപൊളി പോയിന്റ് ആണ് ഓൻ പറഞ്ഞത്. ഫോണിൽ നിന്ന് നമ്മളെ വഴികേടിലാക്കുന്ന ആപ്ലിക്കേഷനുകൾ ഡിലീറ്റ് ചെയ്യുക. റീലുകൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷോർട്സുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അപകടം എന്താണെന്നറിയോ? ആ, പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കണം. ഒരേ സമയത്ത് കുറേ അധികം ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ 4ഉം 5ഉം 8ഉം 10ഉം ഒരു 3 സെക്കൻഡൊക്കെയാണ് ഒരാളൊരു റീല് നോക്കണുള്ളൂ എന്നാണ്. അത് കഴിഞ്ഞ് അടുത്ത റീലിലേക്ക് പോവുക, അത് കഴിഞ്ഞ് അടുത്ത ഷോർട്സിലേക്ക് പോവുക. അങ്ങനെ സ്പീഡിൽ ഷോർട്സും റീൽസും തള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് കിട്ടൂല എന്നറിയോ? ശ്രദ്ധിച്ചു ഒരു കാര്യത്തിൽ കുറേ സമയം ഇരിക്കാൻ പറ്റൂല. അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. എല്ലാവരും എന്നും നമ്മൾ പറയലുണ്ട്, മൈക്കൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റപ്പ് ആക്കി വെക്കണം. ഏ ക്യാമറ നമ്മുടെ ഫോണ് ശരിയാക്കി എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു ജഗ് വെള്ളം നിറച്ച് അതിൻ്റെ മുകളിലോ അതിൻ്റെ സൈഡിലോ ഒക്കെ ചാരി അടിപൊളിയായിട്ട് വെക്കണം. അനങ്ങാതെ അടിപൊളിയായിട്ട് ഇരിക്കണം. അനങ്ങാതിരിക്കാൻ അങ്ങനെ ഇളകാൻ പാടില്ല എന്നല്ല കേട്ടോ പറയണത്. ഒന്ന് ഇളകുകയൊക്കെ ചെയ്യുക, അതിലൊന്നും പ്രശ്നമില്ല. പിന്നെ ഹിജാബൊക്കെ റെഡിയാക്കി ഇരിക്കണം. പിന്നെ പിന്നെന്താ വേണ്ടത്? നോട്ട് ബുക്ക് കയ്യിൽ വേണം, പേന കയ്യിലുണ്ടാവണം. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയും, എന്താ പറയാന്നറിയോ? പിന്നെ കൈ ഉയർത്താൻ പറയും, ചിലപ്പോൾ ആക്ഷൻ കാണിക്കാൻ പറയും. അതൊക്കെ പറയുമ്പോൾ അടിപൊളിയായിട്ട് ആക്ഷനൊക്കെ കാണിക്കുക. വളരെ അപൂർവമായി എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളോട് ഉസ്താദ് എന്താ പറയാന്നറിയോ? എന്താ പറയാ? ചാറ്റിൽ ഒരു കമൻ്റ് ഇടണം എന്ന് പറയും. ചാറ്റിൽ കമൻ്റ് ഇടണം എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ ഫോൺ എടുത്തിട്ട് പതുക്കെ അതെടുത്ത് ആ ചാറ്റിൽ കമൻ്റൊക്കെ ഇട്ട് അതിനുശേഷം വേഗം തിരിച്ച് ഫോൺ അവിടെ തന്നെ വെക്കണം. ഓക്കെ? ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ആ അതെ, ലൈക്കുകളുടെ പൊടി പൂരം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓക്കെയാണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. എത്രങ്ങാനും ആൾക്കാരാണ് ഇതിലുള്ളത്. ഞാൻ അങ്ങനെ എൻ്റെ മുമ്പിലുള്ള സ്ക്രീനിൽ ഇങ്ങനെ നോക്കുമ്പോൾ നഹ്ദാനെ കാണുന്നുണ്ട്, ഹമീദ്, ദ്വാ, മെഹറിൻ, അഫാൻ, മറിയം. മറിയം അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ എത്രങ്ങാനും ആൾക്കാർ അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് അറിയോ? പിന്നെ ആരാ ഇവിടെതാ? ഇവിടെതാ ആയിഷ ആൻഡ് ഹാദിയ, രണ്ടാളും നോട്ട് ബുക്കും പേനൊക്കെ എടുത്ത് ഉഷാറായിട്ട് ഇരിക്കുക. ആയിഷ ഇർഷാദ് കണ്ടു മോളെ, എന്നെ കണ്ടു. ഫാത്തിമ നൂരിയ, ഐഫോൺ 10 പേര് മാറ്റിയിട്ടില്ല, ഐഫോൺ 10 ഇതാ പേര് മാറ്റിയിട്ട് ഉഷാറായിട്ടിരിക്കുക. MT 304 മോളെ പേരെന്താ കുട്ടി? എൻ്റെ പേര് MT 304ൻ്റെ പേര് ഉമ്മു സൽമ എന്നുള്ള പേരിൽ ഒരു ആൺകുട്ടി ഇരിക്കുന്നുണ്ട്. പേര് മാറ്റിയിട്ടില്ല. റീനെയിം ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അവിടെ പേര് കാണിക്കുമല്ലോ. പിന്നെ കുറേ മഹാന്മാരും കുറേ മഹതികളുണ്ട്. ഓലൊക്കെ വീഡിയോ ഓണാക്കിയിട്ടില്ല. പ്രശ്നമല്ല, ചിലപ്പോൾ യാത്രയിൽ കേൾക്കാരം, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഓണാക്കാത്തതെന്ന് എനിക്ക് തോന്നണത്. ആമിർ രണ്ടത്താണി, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കു കുട്ടിയെ, അടങ്ങിയിരിക്ക്. അന്നെ ഞാൻ കണ്ടുകിട്ടാ. മറിയത്തിൻ്റെ ഉപ്പ ഒരാളുണ്ടല്ലോ, മറിയമേ, അതാരാണ്? എൻ്റെ അത്താത്തേണോ? എന്നാ അത്താത്താൻ്റെ പേരും കൂടി എഴുതായില്ലേട്ടാ, മറിയം. മിൻഹ ഫാത്തിമ, മാഷാ അല്ലാ, അവൾ തുടക്കത്തിൽ തന്നെ ഉഷാറായിട്ട് മിൻഹ ഫാത്തിമ വന്നിരിക്കുന്നത്. ഹാനിയ കണ്ടു കുട്ടിയെ, എന്നെ കണ്ടു. ഷൻസ, അങ്ങനെ എത്രങ്ങാനും ആൾക്കാർ ഇവിടെ ഉണ്ട് അറിയോ? മാഷാ അല്ലാ, മാഷാ അല്ലാ. ശരി, അപ്പോൾ നമുക്ക് ഇനി സമയമില്ല, നമ്മൾ വേഗം തുടങ്ങുകയാണ്. തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ ഇന്നലെ നിങ്ങൾ മറ്റേ കുറേ കാര്യങ്ങൾ നമ്മുടെ സദുർ മുദരിസ് താജുദ്ദീൻ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ട്. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ചോദിക്കാൻ റെഡിയല്ലേ നിങ്ങൾ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പറയും. ചോദ്യം ചോദിച്ചാൽ പറയാം. മാഷാ അല്ലാ, റെഡിയാണ്. അബ്ദുറഹ്മാൻ, എൻ്റെ പേരാട്ടോ, എൻ്റെ പേര് തന്നെയാണ്. എൻ്റെ പേര് അബ്ദുറഹ്മാൻ ചോദ്യം ചോദിക്കാനൊക്കെ റെഡിയാണ് എന്നാണ് പറയണത്. ഓക്കെ, പ്രശ്നമില്ല. എന്നാലും മോനെ, മക്കളെ, ആ ഇർഫാൻ, സോറി അവൻ്റെ പേര് അജ്സലിനെ കണ്ടു. S. അതുപോലെ ഫർഹാൻ ആൻഡ് മൻഹ, രണ്ടാൾക്കാരും ഇവിടെ ഉണ്ട്. ഹാജറ ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ,
കുറെ ആൾക്കാർ കമന്റിലുണ്ട് ഉഷാറാണ് റെഡിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം മാത്രം നിങ്ങളോട് ചോദിക്കട്ടെ, അതൊന്നും നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയണം കേട്ടോ. എന്താ പറയേണ്ടതെന്ന് അറിയോ? അങ്ങനെ കാട്ടിത്തരണം എനിക്ക്, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. എന്താ കാട്ടേണ്ടത് ചോദിച്ചാൽ, എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ, അതുപോലെ ശബ്ദം കേൾക്കുന്നതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അപശബ്ദങ്ങൾ വരുന്നുണ്ടോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഇങ്ങനെ കാട്ടി തന്നാൽ മതി, ഞങ്ങൾ നോക്കുന്നുണ്ട്. എന്തെങ്കിലും അപശബ്ദം ശല്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ, വേറെ ഒച്ചയ്ക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെവിമ ഇങ്ങനെ തൊട്ടെന്നാൽ മതി. ചെവിമ തുടർന്ന ഏതെങ്കിലും മനുഷ്യന്മാർ ഇതിലുണ്ടോ? ഞാനത് നോക്കണേ, എനിക്ക് വേറെ അപശബ്ദങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണേ. അവിടെ ഇരുന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇന്നലെ ഫെമീൻ കാക്കും ഉണ്ടായിരുന്നു, ഇന്ന് ഉമർ കാക്കും ഉണ്ട്. ഉമർ കാക്കും അവിടെ ഇരിക്കുന്നുണ്ട്, സ്റ്റുഡിയോയിലുണ്ട്. ഉമർ കാക്കും ഞാൻ പൊട്ടിക്കും. അപ്പം എനിക്ക് പേടിയാണ് ഉമർ കാക്കൂനെ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ശബ്ദമില്ലല്ലോ, കുഴപ്പമില്ല, ആരും ഇങ്ങനെ കാട്ടരുത് കേട്ടോ. ഇങ്ങനെ തന്നെയല്ലേ കാട്ടുന്നത്? ഒന്ന് കാട്ടിക്കാണി കാണട്ടെ. റെഡിയല്ലേ? ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പം എന്നാൽ പിന്നെ നമ്മൾ ഇന്നലെ കുറച്ചധികം കാര്യങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞിരുന്നു, കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് ഇന്നലെ നമ്മുടെ താജുദ്ദീൻ ഉസ്താദ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ആദ്യം ചോദിക്കണം. ഇന്നിപ്പോൾ രാവിലെ മുതൽ പിന്നെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെയുള്ള സമയമായി ഇപ്പം അല്ലേ? ഇപ്പോൾ വൈകുന്നേരമായി, മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മഗ്രിബിൻ്റെ സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ടായിരിക്കും എൻ്റെ കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇപ്പം ഇരിക്കണ സമയത്തിൻ്റെ ഇടക്ക് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ശരിയായ മറുപടി പറയണം കേട്ടോ. ഇപ്പം ഇതിൽ യൂട്യൂബിൽ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഓലിപ്പോൾ പറയണ്ടാവും എന്താ ഇപ്പോൾ കൈ ഉയർത്താൻ പറയുന്നുണ്ട്, കൈ ഉയർത്തിയിട്ട് ഇപ്പോൾ ഉസ്താദ് കാണൂലല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ ഉസ്താദ് പറയണേ? ഇത് നേരത്തെ തന്നെ പീസ് റേഡിയോ വഴി കോഴ്സിൽ എൻറോൾ ചെയ്ത ആളുകളുണ്ട്, അവർക്ക് നമ്മൾ ലിങ്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് മാത്രമാണ് ഇപ്പോൾ സൂമിൽ കയറാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇതുവരെ കോഴ്സിന് എൻറോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ കോഴ്സസ് എന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ആ കോഴ്സസ് എന്നുള്ള ഭാഗത്ത് കൃത്യമായി പിന്നെ പീസ് റേഡിയോയുടെ ഈ മദ്രസ എന്നൊരു ഭാഗം കാണും. ഈ മദ്രസയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എൻറോൾ നൗ എന്നൊരു ബട്ടൺ ഉണ്ടാവും. എൻറോൾ നൗ, ആ എൻറോൾ നൗ എന്നുള്ള ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ കാണുകയെന്നറിയോ? പിന്നെ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ കാര്യങ്ങൾ കിട്ടും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ചോദ്യത്തിന് ഉത്തരം അയക്കാനൊക്കെ പറയും. ഇപ്പം ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ചോദ്യത്തിന് ഉത്തരം അയക്കാനൊക്കെ പറയും. ആ ഉത്തരം അയക്കാൻ പറയുന്ന സമയത്ത് ഉത്തരം അയക്കണമെങ്കിലും അത് യൂട്യൂബിൽ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അത് നേരെ കോഴ്സ് ഓപ്ഷനിലാണ് നമ്മൾ കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യമൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം മക്കളെ? കോഴ്സ് ഓപ്ഷൻ വഴി നമ്മൾ എൻറോൾ ചെയ്യണം. എൻറോൾ ചെയ്ത ആളുകൾക്കാണ് അതിന് അവസരമുള്ളത്. അപ്പം ഞാൻ ഒറ്റ കാര്യങ്ങളോട് പിന്നെ ചോദിച്ച് കമൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. കമൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് കൈയൊന്ന് താത്തി, എല്ലാവരും ഹാൻഡ് ഉയർത്തിയ ആളുകളൊക്കെ ഒന്ന് കൈ താത്തി, അല്ലെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഉമർ കാക്കത് താത്തിയാലും മതി. എല്ലാവരും കൈയൊന്ന് താത്തി കൊടുക്കി. എല്ലാവരും ഒന്ന് കൈ താത്തി. അസീം, ഹാസിം, റഷീദൊക്കെ കൈ താത്തിക്കണം. ഫാദിയ, ഹാദിയൊക്കെ യാത്രയിലല്ലേ? ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങള്? മാഷാ അല്ലാ. അമത്തുൽ വദൂദൊക്കെ താത്തി. കൈ ഉയർത്താനല്ല സാധിക്കും. ഓക്കെ, അപ്പൊ ഇനി കൈ ഉയർത്താൻ പറയണേ. ആരോടെ കൈ ഉയർത്താൻ പറയണമെന്ന് അറിയോ? ഇന്ന് പരിചയപ്പെടുത്താൻ റെഡിയുള്ള ആൾ ആരാണ്? പരിചയപ്പെടുത്താൻ റെഡിയുള്ള ആൾ കൈ ഉയർത്താൻ. അവർക്കിപ്പോൾ അവസരം തരും. എന്തിന്? പരിചയപ്പെടുത്താൻ. ആ കൈ ഉയർത്തല്ല, ഹാൻഡ് റൈസ് ചെയ്യുക. ഇതിൽ ഹാൻഡ് റൈസ് ചെയ്യുക. ഓൽക്കാണ് നമ്മൾ ആദ്യം കൈ ഉയർത്തി. ആരാ നിങ്ങൾക്ക് കാണുമല്ലോ? മറിയമേ, ഇങ്ങനെ കൈ ഉയർത്താനല്ല പറഞ്ഞത്. ഹാൻഡ് റൈസ് ഇതിൽ മറ്റേ നമ്മളെ ചാറ്റ് ബോക്സിലുണ്ടല്ലോ ഹാൻഡ് റൈസ്, അതാണ് കൈ ഉയർത്തേണ്ടത്. അവിടെ കൈ ഉയർത്തിയിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ കൈ ഉയർത്തിയല്ലേ വിളിക്കുക. അപ്പം എന്നാൽ കൈ ഉയർത്തി. ഞാൻ ഇവിടെ കാണുന്ന ആളെയാണ് ആദ്യം വിളിക്കുക. അവൻ വേഗം മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം കേട്ടോ. അസീം, മോനെ അസീമെ പരിചയപ്പെടുത്തിക്കോ മോനെ. വേഗം വീഡിയോ ഓൺ ആക്കിയിട്ട് ഒന്ന് പരിചയപ്പെടുത്ത് പെട്ടെന്ന്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്റെ പേര് അസീം, ഞാൻ പറമ്പിൽ പീടിയെന്നാ. പറമ്പിൽ പീടിയ പറഞ്ഞ മലപ്പുറം ജില്ല അല്ലേ മോനെ? യൂണിവേഴ്സിറ്റിന്റെ അടുത്തല്ലേ ഈ പറമ്പിൽ പീടിയ? അതെ. എന്നാല് എന്റെ വീട്ടിലാരൊക്കെ ഉള്ളത് പറഞ്ഞോണ്ടാ. വീട്ടിലാരൊക്കെ ഉള്ളത്? എത്രാം ക്ലാസ്സിലാ പഠിക്കണെന്നൊക്കെ പറഞ്ഞോണ്ടാ. എന്റെ അമ്മ ഉണ്ട്, എന്റെ അപ്പ ഉണ്ട്, എന്റെ വല്യമ്മ ഉണ്ട്. എന്റെ വല്യമ്മ മരിച്ചാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹ. എന്റെ ഹാക്കുണ്ട്. അത്രേ ഉള്ളൂ. അടിപൊളി. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? അതൊന്ന് പറഞ്ഞോണ്ടാ. ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം സ്കൂളിൽ പഠിക്കണേൽ ഏതാ? ഞാൻ 2ാം ക്ലാസ്സിലാണ് കേട്ടാ. രണ്ടാം ക്ലാസ്സിലാണല്ലേ? ഉഷാർ, ആയിക്കോട്ടെ. ഞാനത് 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഒക്കെ ഉള്ള കുട്ടികളല്ലേ, അപ്പൊ ഓലെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ, ഉഷാറായി. ഹംദാൻ അല്ല അസീം. ഓക്കെ, അസീം പറമ്പിൽ പീടിക പരിചയപ്പെടും.
പറയും മോനെ, വേഗം പറയും. ഓക്കെ. അസീം പറമ്പിൽ പീടിക പരിചയപ്പെടുത്തുന്ന, നീ മ്യൂട്ട് ചെയ്തോ മോനെ, മ്യൂട്ട് ചെയ്തോ. ഹംദ മൊയ്തീൻ പരിചയപ്പെടുത്താൻ റെഡിയാണ്. അപ്പൊ ഹംദാക്കൊന്ന് മൈക്ക് കൊടുക്കുക. ഹംദ. അസീം മൈക്ക് മ്യൂട്ട് ചെയ്യും മോനെ. അസീം മൈക്ക് മ്യൂട്ട് ചെയ്യും. യെസ്, ഓക്കെ. ഹംദ മൊയ്തീൻ പറഞ്ഞോ മോളെ, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോ. ഓക്കെ. ഹംദ മൊയ്തീൻ മോള് സംസാരിക്കണ്ടാവും, പക്ഷെ ഇവിടെ മ്യൂട്ടാണ് മോളെ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. ഹംദ മൊയ്തീനെ അൺമ്യൂട്ട് ചെയ്യാൻ കഴിയണില്ലേ? വലൈക്കും സലാം. എൻ്റെ പേര് ഹംദ മൊയ്തീനാണ്. Yes. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എത്രയില്? 4ാം ക്ലാസ്സില്. ഓഹോ. ഞാൻ സ്കൂൾ ഓഫ് ഖുറാനിലും ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പം മല്ലിക ബർമാന്റെ വീട്. എന്റെ ശരിക്കും സ്ഥലം കാസർഗോഡാണ്. ഹംദ മൊയ്തീൻ ഇന്നലെ പരിചയപ്പെടുത്തിയല്ലോ? ഇല്ല. ഓക്കെ ഓക്കെ. കാസർഗോഡാണ് വീട് അല്ലേ? ശരി, ആയിക്കോട്ടെ. ഹംദ ഉഷാറാക്കിയിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്ക്. അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദ്യം ചോദിക്കുകയാണ്. വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വീഡിയോ ഓണാക്കിയിട്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് ഞാൻ ചോദ്യം ചോദിക്കണേന് നിങ്ങൾ വീഡിയോയിൽ എന്ത് ചെയ്യണം? കൈ ഉയർത്തണം. അപ്പോൾ ആരൊക്കെ കൈ ഉയർത്തിയെന്ന് ഞാൻ അങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്. പിന്നെ ഇന്ന് നിങ്ങൾ രാവിലെ മുതൽ ഈ സമയം വരെ, ഇപ്പം ഈ അവസാന സമയത്ത് നമ്മൾ ഈ മഗ്രിബിന് ഈ മദ്രസക്ക് വേണ്ടി ഫോൺ എടുത്തതല്ലാതെ അതിൻ്റെ മുമ്പ് തീരെ ഫോൺ എടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സത്യസന്ധമായി മാത്രമേ പറയാവൂ കേട്ടോ, സത്യസന്ധമായി മാത്രമേ പറയാവൂ. തീരെ ഫോൺ എടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഒന്ന് കൈയുയർത്തണം. ഇപ്പം ഈ മദ്രസക്ക് വേണ്ടിയാണ് ഞാൻ ഫോൺ എടുത്തത്. ഇനിയും ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തേന് തന്നെ കൈയുയർത്തണം നിർബന്ധമല്ല. ഞാൻ അടുത്ത ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞാൽ മതി, അതിനൊക്കെ കൈയുയർത്തിയാൽ മതി. തീരെ ഫോൺ എടുക്കാത്ത ആളുകൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാനൊന്ന് ഇവിടെ ഇങ്ങനെ നോക്കട്ടെ കേട്ടോ. തീരെ എടുക്കാത്തവർ മാത്രമേ കൈയുയർത്താൻ പാടുള്ളൂ കേട്ടോ, അല്ലാത്തവർ കൈയുയർത്തരുത്. ഹംദ മൊയ്തീൻ എളുപ്പത്തിന് വേണ്ടി എടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അബ്ദുറഹ്മാൻ, മറിയം. ഞാൻ ഇനി വേറെ ചോദ്യം ചോദിക്കൂട്ടോ, അതിലൊക്കെ കൈയുയർത്താം. അപ്പം തന്നെ കൈയുയർത്തണം എന്നില്ല, അടുത്ത ചോദ്യത്തിനൊക്കെ കൈയുയർത്താം. മിസ്ഹബ് AK ഉണ്ട്, ഓൻ തീരെ ഫോൺ എടുത്തിട്ടില്ല എന്നാണ് പറയണത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. തീരെ ഫോൺ എടുത്തില്ല, പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്തൊക്കെ തീരെ ഫോൺ എടുക്കാക്കണത് വളരെ നല്ല കാര്യമാണ്. സ്കൂളിൽ നിന്ന് ടീച്ചർ എന്തോ അയച്ചോ എന്ന് ചോദിക്കണില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ തീരെ ഫോൺ എടുക്കാക്കണല്ലേ നല്ലത്, നല്ല കാര്യം. ഇനി എൻ്റെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇന്നലെ ക്ലാസ് കേട്ട കുട്ടികളാണ് നമ്മൾ, അതുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്. ചാറ്റിൽ കൈ ഉയർത്തുന്നുണ്ട്, കാര്യമല്ല. ചാറ്റിൽ കൈ ഉയർത്തണ കുറേ ആൾക്കാരുണ്ട്. അബ്ദുല്ലാഹദ് കൈ ഉയർത്തിക്കണ്, അൻഷിദ് കൈ ഉയർത്തിക്കണ്, ആയിഷ. മോളെ കാര്യമില്ല, ഇവിടെ കൈ ഉയർത്തണില്ലേ, ഞാൻ നോക്കണുള്ളൂ. എന്നാൽ ഞാൻ ചോദിക്കാം, രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഇന്ന് 1 മണിക്കൂറിൽ താഴെ സമയം മാത്രം ഫോണ് ഉപയോഗിച്ച ആളുകൾ ആരൊക്കെ? 1 മണിക്കൂറിൽ താഴെ മാത്രം ഫോൺ ഉപയോഗിച്ച ആളുകൾ ആരൊക്കെ? ഒരു കൈയുയർത്തിക്കോളി. 1 മണിക്കൂർ. ആയിഷ ഇർഷാദും സൈനബ് ഇർഷാദും 1 മണിക്കൂറാണ്. ആയിഷ ഹാല 1 മണിക്കൂറിൽ താഴെയാണ്. ഓക്കെ, വെരി ഗുഡ്. അബ്ദുറഹ്മാൻ 1 മണിക്കൂറിൻ്റെ താഴെയാണ്. അമത്തുൽ വദൂദ്, ദുനിയ ഫാത്തിമ, പിന്നെ ആരാ? പിന്നെന്താ? ഹംദാൻ എന്നാണോ പേര്? ഹംദാൻ്റെ പെട്ടെന്ന് പോയതുകൊണ്ട് എനിക്ക് പേര് കണ്ടില്ല. ഹംദാൻ ആയിരിക്കും. ആരാണ്? റയ്യാൻ താരിഖ്. എന്താ ഉസ്താദ് എന്നെ കാണാത്തത്? കൈ മാത്രം ഉയർത്തിയൊരു ആയിഷ, കൈ മാത്രം ഉണ്ടോ ആയിഷാൻ്റെ? കൈ മാത്രമുള്ള ആയിഷ. മുഹമ്മദ് ഇഹ്സാൻ, ഷൻസ, ഓലൊക്കെ 1 മണിക്കൂറിൽ താഴെയാണ്. ഓക്കെ, വെക്കേഷനാണ്, അപ്പോൾ കുറച്ച് സമയം അധികം ആയതുകൊണ്ടായിരിക്കും. അഫാൻ, അൻസൽ, രണ്ടാളും 1 മണിക്കൂറിൽ താഴെയാണ്. ഓക്കെ, നിങ്ങളൊക്കെ ഞാൻ കണ്ടു. ഇനി കാണാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതിൽ എത്രങ്ങാനും ആൾക്കാരെ ജോയിൻ ചെയ്തിരിക്കണം. എല്ലാവരും വീഡിയോ ഓണാക്കി, എല്ലാവരും ഇങ്ങനെ കൈ ഉയർത്തി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എല്ലാവരും കാണും? എനിക്ക് കുറച്ച് ആൾക്കാരല്ലേ പെട്ടെന്ന് നോക്കാൻ കഴിയുള്ളൂ, സോറി. ഓക്കെ, അപ്പോൾ പ്രശ്നമില്ല. 1 മണിക്കൂറിൽ താഴെ ഉപയോഗിച്ച ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ വേറെയൊക്കെ ഉണ്ടാവും, അതിലേറെ കൂടുതൽ ഉപയോഗിച്ചവരുണ്ടാവും. എന്തായാലും വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കും അതിലേറെ കൂടുതൽ സമയമൊക്കെ കുട്ടികൾ ഉപയോഗിച്ചത്. സാരല്ല. ബാക്കി ആൾക്കാർ കൈ ഉയർത്താൻ കഴിയാത്ത ആൾക്കാരുണ്ട്. പോലെ എന്താ പറയുക, 1 മണിക്കൂറും 10 മിനിറ്റും ഉപയോഗിച്ച്. അപ്പോൾ 1 മണിക്കൂറിൽ താഴെ എന്ന് പറഞ്ഞപ്പോൾ 1 മണിക്കൂറും 10 മിനിറ്റും ഞാൻ ഉപയോഗിച്ചില്ലേ, അപ്പം ഞാൻ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പടച്ചോ എന്നെ ശിക്ഷിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഓല് എന്ത് ചെയ്യാത്തത്. ഓല് നിങ്ങൾ സത്യസന്ധരാണ് എന്നുള്ളത് കൊണ്ട്, സത്യം മാത്രം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങളെ പടച്ചോൻ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ നുണ പറഞ്ഞിട്ടില്ലല്ലോ. എന്താ നുണ? സത്യം പറഞ്ഞ് മാത്രം എടുത്തു. അതുകൊണ്ട് നിങ്ങളും
പിന്നെ പടച്ചോൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടിയ ആളുകൾ തന്നെയാണ്. ഞാൻ ഒരാൾക്ക് ഇവിടെ അവസരം തരികയാണ്. അവസരം തരുന്നതിൻ്റെ മുമ്പ് എല്ലാവരുടെയും കൈയൊന്ന് താത്തണം. ഉമർകാക്കും അത് താത്തും ഇൻഷാ അല്ലാ. എല്ലാവരും കൈയൊന്ന് താത്തണം. കൈ താത്തണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താത്തണത് മാത്രമല്ല, ഇങ്ങനെ കൈ താത്തിയിട്ടുള്ളൂ. എപ്പോഴോ കഴിഞ്ഞു അതിൻ്റെ കാര്യം എപ്പോഴോ കഴിഞ്ഞു. ഇനി ഹാൻഡ് റൈസ് ചെയ്തോലൊക്കെ താത്തണം. ഇനി കൈ ഉയർത്തണം. കൈ ഇങ്ങനെ ഉയർത്തണാക്കാണ് ഞാൻ അവസരം തരിക. വീഡിയോയിൽ ഇങ്ങനെ എനിക്ക് കാണുന്ന ആൾക്കാർക്കാണ് ഞാൻ അവസരം തരിക. എൻ്റെ ചോദ്യം ഇതാണ്: ഇന്നലെ നമ്മൾ ഫോണ് കൂടുതലായി ഉപയോഗിച്ചാൽ ഉള്ള അപകടങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ പോയിന്റ് മാത്രം 1, 2, 3, 4, 5 ഇങ്ങനെ ഈ പറഞ്ഞ പോയിന്റുകൾ മാത്രം ഫോൺ ഉപയോഗിച്ചാലുള്ള, അധികമായി ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങളെപ്പറ്റി അത് നോട്ടിൽ നോക്കിയിട്ടോ നോക്കാതെയോ ഒക്കെ പറയാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ ഓലാണ് കൈ ഉയർത്തേണ്ടത്. നോട്ട് നോക്കാതെ പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. 2 കൈയും ഇങ്ങനെ ഉയർത്തിക്കളി. നോട്ട് നോക്കാതെ പറയാൻ പറ്റിയ ആൾക്കാരുണ്ട്. ഇനി നോട്ട് നോക്കിയിട്ട് പറയാൻ പറ്റുന്ന ആൾ ആരെങ്കിലും കൈ ഇങ്ങനെ ഒരു കൈ ഉയർത്തിയാൽ മതി. ഞാൻ ആരെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോട്ട് നോക്കാതെ പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടോന്ന്, കാണാതെ പറയാൻ പറ്റിയ ആൾക്കാർ എത്ര ഉണ്ട് എന്ന് ഞാനൊന്ന് കാണട്ടെ. ചോദിച്ചാൽ ഞാൻ മൈക്ക് തരും കേട്ടോ. ഫിസാനെ, ചോദിച്ചാൽ ഞാൻ മൈക്ക് തരും. പിന്നെ ഇജ്ജ് പറയണം കേട്ടോ. ഇജ്ജ് പറയും, എനിക്കറിയാം. ഫിസാൻ പറയും. ഓൻ ആ ധൈര്യത്തിൽ കൈപൊക്കുണ്ട്. ഓൻ എനിക്ക് നല്ലോണം അറിയാം. ഓൻ ധൈര്യമുള്ള ആളാ. ഇത്ര ആൾക്കാരത് കേൾക്കണമെന്നറിയോ? യൂട്യൂബിൽ, സൂമിൽ, പീസ് റേഡിയോയിൽ ഒക്കെ എമ്പാടും ആൾക്കാർ ഇത് കേട്ടോണ്ടിരിക്കുക. ഓലൊക്കെ മുമ്പിൽ ഇത് പറയാൻ ധൈര്യമുള്ള ആളുകൾ എത്ര ഉണ്ട് എന്നാണ് നോക്കണം. മാഷാ അല്ലാ, കുറേ ആൾക്കാരുണ്ട്. അബ്ദുറഹ്മാൻ ഉണ്ട് അല്ലേ? ഉണ്ട്. ഓഹോ, എൻ്റെ അടുത്ത് വലിയ സ്ക്രീൻ ഉണ്ട് എൻ്റെ മുമ്പിൽ. അതിൽ റെഡിയുള്ള കുറേ ആൾക്കാരെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ആരെ വിളിക്കുക എന്നുള്ള കൺഫ്യൂഷനിലാണ്. 2 കൈ ഉയർത്തി. ആയിഷ ഹാല പറയും മോളെ. അൺമ്യൂട്ട് ചെയ്ത് പറയും. അൺമ്യൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ലല്ലേ ആയിഷ ഹാലക്ക്? അതിപ്പോൾ എന്താ ചെയ്യുക? ആയിഷ ഹാലക്ക് അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ ആയിഷ ഹാല ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിൽ. ആയിഷ ഹാല പറയും. കേൾക്കുന്നുണ്ട് പറയും മോളെ. ഫസ്റ്റ് അഡിക്ഷനാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ നമ്മള് സെക്കൻഡ് നമ്മളൊരു വേറൊരു വേൾഡിലേക്ക് പോകും. വേറൊരു വേൾഡ് അല്ല, ഒരു ഇമാജിനറി വേൾഡിൽ ആയിക്കൊണ്ടാവുക. പിന്നെ മൂന്നാമത്തത് ഡിജിറ്റൽ അമേഷ്യ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പെട്ടെന്നല്ലാതും മറക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ ഇന്നൊരു സൂറത്ത് പഠിച്ചു എന്ന് വിചാരിച്ചോളി. അപ്പൊ പിന്നെ ഞാനിപ്പോ ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഡിജിറ്റൽ അമേഷ്യ എല്ലാവരും മറക്കും. അപ്പത്തേക്കും റിവൈസ് ചെയ്താൽ മാത്രമേ അവർക്ക് പിന്നെ കിട്ടുള്ളൂ. പിന്നെ ഫോർത്ത് നമ്മളെ എന്താ പറയാ, ഈ കോൺസെൻട്രേഷൻ ഒക്കെ അത്ര ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാതും കഴിയണം. ആ രീതിയിലായിരിക്കും. നമ്മൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും. ഡീപ് കോൺസെൻട്രേഷൻ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ കണ്ടിന്യൂ. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു അല്ലേ? തോന്നുന്നു. ഓക്കെ. ഞാൻ ഇജ് പിന്നെ എന്ന് പറഞ്ഞപ്പോഴേ ഇനിയും പോയിന്റ് ഉണ്ട് എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം മാഷാ അല്ലാ, ആയിഷ ഹാലക്കിന് ഒരു സമ്മാനം കൊടുത്തേക്കണല്ലോ. എന്താ ഇപ്പോൾ കാട്ടുക? ആയിഷ ഹാല ഒരു കാര്യം ചെയ്യേ. ആയിഷ ഹാലയുടെ അഡ്രസ്സ് എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ കോഴ്സ് ഓപ്ഷനിൽ അവിടെ ഒരു ഫീഡ്ബാക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമുണ്ട് പീസ് റേഡിയോയുടെ. അവിടെ ഫീഡ്ബാക്ക് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷംജിത്ത് കാക്കു നിങ്ങൾക്ക് സമ്മാനം അയച്ചു തരും കേട്ടോ. ഷംജിത്ത് കാക്കുവാണ് സമ്മാനം ആർക്കൊക്കെയാണ് അയക്കേണ്ടതെന്നുള്ളത് അവിടെ മറ്റേ സ്റ്റുഡിയോയിലേക്ക് അത് എടുത്തു കൊടുക്കുന്ന ആള്. മൂപ്പര് ഫീഡ്ബാക്ക് ഫുള്ള് നോക്കുന്നുണ്ട്. ഷംജിത്ത് കാക്കുവിൻ്റെ കുട്ടി പഠിക്കണുണ്ട് ഇവിടെ, ഈ മദ്രസയിൽ പഠിക്കണുണ്ട്. പക്ഷേ ഷംജിത്ത് കാക്കു ആയിഷ ഹാലക്കുള്ള സമ്മാനം അഡ്രസ്സ് ഇവിടെ അയച്ചു കൊടുക്കും. അങ്ങനെ അത് നമ്മുടെ തെൻസീൽ കാക്കു നിങ്ങൾക്ക് അത് അയച്ചു തരും ഇൻഷാ അല്ലാ കേട്ടോ. അപ്പോൾ അടിപൊളി അയക്കണ ആയിഷ ഹാല. സൂപ്പറായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. നല്ല കുട്ടിയാണ്. വെരി ഗുഡാണ് കേട്ടോ. എന്നാൽ പിന്നെ ഇന്നലെ കുറേ കാര്യങ്ങൾ അധികം നമ്മൾ പറഞ്ഞു. മാഷാ അല്ലാ, ഉഷാറായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അത് മുഖേന സംഭവിക്കാണ്ട് നമ്മുടെ ഓർമ്മശക്തി ഇപ്പോൾ സ്ഥിരമായി ഈ ക്ലാസ് ഇങ്ങനെ കുറച്ച് നീണ്ടു പോകുമ്പോഴേ, ഏത് ക്ലാസ് ആണെങ്കിലും ഫിസിക്സ് ആയിരിക്കാം, ചിലപ്പോൾ കെമിസ്ട്രി ആയിരിക്കാം, അതൊക്കെ 8ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പഠിക്കാൻ പോണ വിഷയങ്ങളാട്ടോ. നിങ്ങൾ BS ആയിരിക്കും ചിലപ്പോൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ മാത്സ് ആയിരിക്കും, അല്ലെങ്കിൽ പഠിക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും, മലയാളം സെക്കൻഡ് ആയിരിക്കും, അറബി ആയിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ
ക്ലാസ് എടുത്ത് ടീച്ചർ ഒരു 20-25 മിനിറ്റൊക്കെ പഠിപ്പിച്ച് കഴിയുമ്പോൾ ചില കുട്ടികൾക്ക് ഇങ്ങനെ ഇരിക്കപ്പുറതി കിട്ടൂല, ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അപ്പുറത്തോനെ മെല്ലൊന്ന് തോണ്ടും, ഇപ്പുറത്തോനക്ക് പിന്നെ പേൻ എടുത്തിട്ട് ഓൻ്റെ തലമ്മ ഒന്ന് ചൊറിയും. ഇങ്ങോട്ട് ഇവിടെ ഇരിക്കണോന് പിന്നെ എന്താ പറയുക, ബോക്സ് കൊണ്ട് ടക്ക് 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 ഒച്ച ഉണ്ടാക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കാട്ടിക്കൂട്ടുന്ന കുറച്ച് കുട്ടികളുണ്ട്, ചെക്കന്മാർ. നമ്മളല്ലട്ടോ, വേറെ ആരൊക്കെയോ ആണ്. അതെന്താന്ന് ചോദിച്ചാൽ സദാപൂർവം ഒരേ കാര്യത്തിൽ കണ്ടിന്യൂസ് ആയി ഇരിക്കാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തൊക്കെ പറയലുണ്ട്, അത് 45 മിനിറ്റ് ആണ് ഒരാൾക്ക് ശ്രദ്ധിച്ചൊരു കാര്യത്തിൽ ഇരിക്കാൻ പറ്റുന്ന സമയം, പിന്നെ അത് 20 മിനിറ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ സെക്കൻഡുകൾ മാത്രമാണ് ചില ആളുകൾക്ക് ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാനുള്ള സമയം കിട്ടുന്നത്. പലർക്കും അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആരാണിപ്പത് ഈ പരിപാടി? ആരാ? മുഹമ്മദ് നഹീമേ, ഞാൻ ഉണ്ടല്ലോ എന്നെ. എന്താ അറിയോ, ഞാനത് വേറെന്തോ സംഭവിക്കാന്ന് ടെൻഷനാവുകയാണേ. ആരാണിപ്പത്? മുഹമ്മദ് നഹീന അല്ല, ഓക്കെ, മാറി തോന്നുന്നുണ്ട്, പ്രശ്നമല്ല. ഓക്കെ, അത് ശ്രദ്ധിക്കിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേറെ സ്ക്രീനിലേക്ക് ഒന്നും നിങ്ങൾ കൊണ്ടുവരില്ലേ, വൈറ്റ് ബോർഡ് ഓൺ ആക്കല്ലേ, അവിടെ വരക്കല്ലേ, അത് ശല്യം ഉണ്ടാക്കല്ലേ, ഡിസ്റ്റർബൻസ് ആക്കല്ലേ പ്ലീസ്. അപ്പോൾ ഞാനെന്താ ഇപ്പോൾ പറഞ്ഞു വന്നത്? ഇതാണ് പ്രശ്നം, മറക്കും. പറഞ്ഞു വന്ന കാര്യം മറക്കും, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇനി ആളെ പേര് വിളിക്കല്ല ചെയ്യട്ടോ, ആളെ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാണ് ചെയ്യട്ടോ. ഇതിൽ കളിക്കുന്ന ആൾക്കാരെ റിമൂവ് ചെയ്യാണ് ചെയ്യേ, അതുകൊണ്ട് ഇനി കളിക്കല്ലേ പ്ലീസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യത്തിൽ ഇരിക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എന്താ കാരണം എന്നറിയോ? റീലുകൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷോർട്സുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അപകടം എന്താണെന്നറിയോ? പെട്ടെന്ന് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കണം. ഒരേ സമയത്ത് കുറേ അധികം, ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ 4, 5, 8, 10, ഒരു 3 സെക്കൻഡൊക്കെയാണ് ഒരാളൊരു റീല് നോക്കണുള്ളൂ എന്നാണ്. അത് കഴിഞ്ഞാൽ അടുത്ത റീലിലേക്ക് പോവുക, അത് കഴിഞ്ഞ് അടുത്ത ഷോർട്സിലേക്ക് പോവുക. അങ്ങനെ സ്പീഡിൽ ഷോർട്സും റീൽസും തള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് കിട്ടൂല എന്നറിയോ? ശ്രദ്ധിച്ച് ഒരു കാര്യത്തിൽ കുറേ സമയം ഇരിക്കാൻ പറ്റൂല. അപ്പോൾ കുറേ നേരം ഖുർആൻ ഓതണ കണ്ടീഷൻ നമുക്ക് നഷ്ടപ്പെടും. കുറേ നേരം പടച്ചോനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് പള്ളിയിൽ ഭജനമിരിക്കുക, ഏത്തിക്കാഫിരിക്കുക എന്നൊരു അവസ്ഥ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, നമുക്ക് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാകണമെങ്കിൽ നമ്മൾ ഈ റീല് തള്ളൽ അവസാനിപ്പിക്കണം. മാത്രമല്ല, ചില ആളുകൾ, ചില അധ്യാപകർ നമുക്ക് വളരെ സ്ലോവിലായിരിക്കും സംസാരിക്കുക, ഫാസ്റ്റായിട്ട് സംസാരിക്കില്ല. ഒരു സ്ലോവിൽ സംസാരിക്കുന്ന മാഷന്മാരുടെ, ടീച്ചർമാരുടെ ക്ലാസ് കേൾക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, താല്പര്യം കുറയും. അതിൻ്റെ കാരണം എന്താ? നമ്മൾ സ്പീഡിൽ കാര്യങ്ങൾ കേട്ട് പഠിച്ചുകൊണ്ട്, എന്തെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിൽ നമ്മളത് 1.5-ലോ 2x-ലോ ഒക്കെ ഇട്ട് കേൾക്കുന്ന സ്വഭാവം ഉണ്ടാകുന്നതുകൊണ്ട് എന്താ സംഭവിക്കാന്നറിയോ? പല ആളുകൾക്കും ഈ ഒരു സ്ലോവിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അതവർക്ക് നഷ്ടപ്പെടും, ആ ഒരു കഴിവ് നഷ്ടപ്പെടും. അപ്പം നമ്മുടെ പഠനത്തെ ഇത് സാരമായി ബാധിക്കും. ശ്രദ്ധിച്ചൊരു കാര്യം ചെയ്യുന്നതിനെ സാരമായി ബാധിക്കും എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ എത്രങ്ങാനും സമയമാണ് ഇതിന്മേൽ നഷ്ടപ്പെടുന്നത്. ഒരാളിങ്ങനെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എത്രങ്ങാനും സമയം അതിൽ നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? സമയം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വിഡ്ഢികളാണെന്നാ. അപ്പം നമ്മൾ വിഡ്ഢികളല്ല, നമ്മൾ മന്ദബുദ്ധികളല്ല, നമ്മൾ വിവരദോഷികളല്ല എന്നതിൻ്റെയൊക്കെ അടയാളമാണ് നമ്മൾ കുറേ സമയം റീലും കണ്ട് കളയുന്നില്ല എന്നത്. റീലും കണ്ട് സമയം കളയുക, ഇൻസ്റ്റഗ്രാം കുറേ നേരം ഉപയോഗിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഓലാരാണ്? ഓല് വിവരദോഷികളാണ്. കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ആളുകളാണ് എന്നതാണ്. അപ്പം നമ്മൾ അങ്ങനെ ജീവിതം നഷ്ടപ്പെടുത്തി കളയണ, സമയം നമ്മുടേത് നഷ്ടപ്പെടുത്തി കളയണ ഒരു സ്വഭാവം പ്രധാനമായും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ചോദിക്കുക, ഇന്നലത്തെ ഒരു ക്ലാസ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും മൊബൈൽ ഫോൺ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമോ? മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൊബൈൽ ഫോണ് പൂർണ്ണമായി ഒഴിവാക്കണം എന്ന് ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഉസ്താദ് ഇന്നലെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു 14 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളൊക്കെ പരമാവധി സ്ക്രീൻ ടൈമിൽ നിന്ന് പറ്റ ഒഴിവായി നിൽക്കലാണ് നല്ലത്. ജീവിതത്തിൽ നിന്ന് സമ്പൂർണ്ണമായി ഒഴിവാക്കണം എന്നില്ല. 14 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനൊക്കെ ഉപയോഗിക്കാം.
പക്ഷെ 14 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ പരമാവധി അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ പോകലാണ് നല്ലത് എന്നാണ് ഉസ്താദ് ഇന്നലെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി 14 വയസ്സ് വരെ നമുക്ക് എന്തെങ്കിലും ക്ലാസ്സിന്റെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കാണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ഉമ്മയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ അനുവാദത്തോടു കൂടി മാത്രം നമ്മളത് ഉപയോഗിക്കുക. അവർ ലോക്ക് ഓണാക്കി തരുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അതിലൊരു നിയന്ത്രണം ആവശ്യമാണ്. സമ്പൂർണമായി ഒഴിവാക്കണം എന്നല്ല പറയണത്, ഒരു നിയന്ത്രണം നിർബന്ധമായും ആവശ്യമാണ്. ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യം, ഏറ്റവും മൂല്യമുള്ള കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും അധികം നമ്മൾ വിലമതിക്കുന്ന, നമുക്ക് ഏറ്റവും നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല, അതെന്തായാലും ഞാൻ കളയൂല എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യം ഏതാണ്? അത് സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ട വലിയൊരു പൈസക്കാരൻ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കുറേ പൈസ ഉണ്ടാക്കാൻ അയാൾക്ക് എന്ത് മതി? അയാൾക്ക് സമയം കിട്ടിയാൽ മതി. നല്ലോണം പഠിക്കണ ഒരാൾ, നല്ല മിടുക്കനാണ്, നല്ല മിടുക്കിയാണ്. അപ്പൊ അവന് അല്ലെങ്കിൽ അവൾക്ക് കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനും അതിലൂടെ വലിയ ജോലി സമ്പാദിക്കാനും കുറേ വിജ്ഞാനം ഉണ്ടാക്കാനും ഒക്കെ എന്ത് കിട്ടിയാൽ മതി? അയാൾക്ക് സമയം കിട്ടിയാൽ മതി. ഇപ്പോൾ ഒന്നിനും സമയം കിട്ടുന്നില്ല, കുറേ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന് പലരും പറയണത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ സമയം തീരല്ല, മെയ് 12 ആയോ, മെയ് 1 ആയോ, എത്ര പെട്ടെന്നാ മഗ്‌രിബായത് എന്നൊക്കെ പറയണത് നമ്മൾ കേൾക്കലില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്താണ് അതിൽ അവർക്ക് കുറവുള്ളത്? സമയമാണ് കുറവുള്ളത് അല്ലേ? അപ്പൊ സമയം എന്നുള്ളത് അത്രമേൽ വിലപ്പെട്ട, അത്രയധികം മൂല്യമുള്ള ഒരു കാര്യമാണ്. ആ മൂല്യമുള്ള സമയം നഷ്ടപ്പെടുത്തി കളയുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അധികം ആളുകളും സമയത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാണ്. ഏത് സമയത്തിന്റെ കാര്യത്തിലാണ് കൂടുതൽ ആളുകളും അശ്രദ്ധരായി പോയത്? ഏത് സമയത്തിന്റെ കാര്യത്തിൽ? പ്രഭാത സമയത്തിന്റെ കാര്യത്തിലാണോ, ഉച്ച സമയത്തിന്റെ കാര്യത്തിലാണോ, വൈകുന്നേരത്തിന്റെ കാര്യത്തിലാണോ, രാത്രിന്റെ കാര്യത്തിലാണോ? ഏത് സമയത്തിന്റെ കാര്യത്തിലാണ് ആളുകൾ കൂടുതലും അശ്രദ്ധയിലായി പോയിട്ടുള്ളത്? പല ആളുകളും അത് തൊള്ളോണ്ട് പറയുന്നുണ്ട്, വായ കൊണ്ട് മെല്ലെ അനക്കി പറയുന്നുണ്ട്. അതൊന്ന് ഞാൻ മനസ്സിലാക്കണം. വെറുതെ ഒന്ന് പറഞ്ഞാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് പറഞ്ഞാണ് ഏത് സമയത്തിന്റെ കാര്യത്തിലാണ് ആളുകൾ കൂടുതലും അശ്രദ്ധരായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. വായ കൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. യെസ്, മൈക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരുന്നില്ല കേട്ടോ. കാരണം എന്താ അറിയോ, നമ്മുടെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാല്ലേ. നിങ്ങൾക്ക് അടുത്തൊരു സമയം ഇപ്പോൾ ആരാണ് പറയണത് എന്നുള്ളത് ഞാൻ ചോദിക്കും, അടുത്ത ചോദ്യം. അതിന് നമ്മൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ സംസാരിക്കണം. അപ്പോൾ ഒഴിവ് സമയത്തിന്റെ കാര്യത്തിലാണ് അധികം ആളുകളും അശ്രദ്ധരായത് എന്ന് പറഞ്ഞ് അത് ആരൊക്കെ വിചാരിച്ചിട്ട് ശരിയായ ആൾക്കാരൊക്കെ ഒന്ന് കൈപൊക്കി. എൻ്റെ ശരിയായും ഞാൻ അതന്നെ വിചാരിച്ചതെന്ന് മനസ്സിലായ ആൾക്കാരൊക്കെ ഒന്ന് കൈപൊക്കി. എത്ര ആൾക്കാർക്ക് ശരിക്കും മനസ്സിലായിക്കണം നോക്കട്ടെ, അത് ചിന്തിച്ചിക്കണം നോക്കട്ടെ. മിടുക്കന്മാരുണ്ടല്ലോ. അമാന ബിന്ത് ഹംസ, ഓൾക്കൊക്കെ അത് നേരത്തെ തന്നെ മനസ്സിലായിക്കണ്. മാഷാ അല്ലാഹ്. മിസ് അബിയൊക്കെ, മിസ്രിയ മുസ്തഫ, അടിപൊളി. നൗറ, ഹുസ്ന, സാലിഹ, ബിലാൽ. 4 ആൾക്കാരുണ്ടോ മനുഷ്യന്മാരെ നിങ്ങളുടെ അടുത്ത്? ഞാൻ 2 ആൾക്കാരെയാണല്ലോ കാണുന്നത്, നിങ്ങളെ 2 ആളെയാണ് കാണുന്നത്. പിന്നെ 4 ആൾക്കാരെ പേരെന്തിനാ എഴുതിച്ചിരിക്കണം? ഷംസീറാന്റെ മനസ്സിലായിക്കണം നേരത്തെ തന്നെ. ഇഹ്സാൻ ബിൻ മുഹമ്മദ്. ഇഹ്സാനെ നേരെ ഇരിക്കടാ, ചാരി ഇരുന്നിട്ട് സോഫയിലാണോടാ ക്ലാസ് കേൾക്കണത്? അപ്പം എൻ്റെ നോട്ട് കൂടടാ, അന്നെ ഞാൻ കണ്ടെത്തി. ഇഹ്സാൻ ഇനി പേനൊക്കെ എടുത്തിട്ട് നേരെ സെറ്റപ്പിൽ ഇരിക്കാൻ പോകുക കേട്ടോ. അഫാൻ, അൻസൽ, 2 ആൾക്കും സംഗതി നേരത്തെ മനസ്സിലായി. അസീമിന് മനസ്സിലായി അല്ലേ? യെസ്. അപ്പോൾ ഒഴിവ് സമയത്തിന്റെ കാര്യത്തിലാണ് കൂടുതൽ ആളുകളും അശ്രദ്ധയിലായി പോയത്. ആരോഗ്യത്തിന്റെ വിഷയത്തിലാണ് കൂടുതൽ ആളുകളും അശ്രദ്ധയിലായി പോയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, നിരന്തരമായി ഗെയിം ഉപയോഗിക്കുന്ന ആള്, അയാൾക്ക് അബോധാവസ്ഥ വരികയും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് പോവുകയും ഇങ്ങോട്ട് ഇങ്ങനെ വെടിവെക്കണതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ താജുദ്ദീൻ ഉസ്താദ് നമുക്ക് കാണിച്ചു തന്നില്ലേ? അപ്പൊ അതൊരു രോഗാവസ്ഥയിലേക്ക് അയാൾ മാറുകയാണ്. നമ്മുടെ കണ്ണിനും ഇതുപോലെ
കൂടുതൽ സമയം നമ്മൾ സ്ക്രീനിലേക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് കണ്ണിനും കുറേ ദോഷങ്ങളുണ്ട്. കണ്ണിന് കുറേ ദോഷം. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ വെൽബീയിങ് എന്ന സംവിധാനം ഉപയോഗപ്പെടുത്തി നമ്മുടെ മൊബൈൽ ഫോണിലെ ചില ആപ്ലിക്കേഷനുകൾക്കൊക്കെ നിയന്ത്രണം വരുത്താൻ പറ്റും എന്നതാണ്. നിയന്ത്രണം വരുത്താൻ പറ്റും. പ്രധാനമായി ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. വേറെ ചില നിർദ്ദേശങ്ങൾ അതിൽ പറയാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരിതെനിക്ക് പറഞ്ഞു തരണം കേട്ടോ. വേറെ നിർദ്ദേശങ്ങൾ പറയാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ ഓല് എനിക്ക് പറഞ്ഞു തരണം. എന്താണെന്നറിയോ, ഒന്ന് ഞാൻ പറയാം. ചില ആളുകളൊക്കെ ഫോൺ ഉപയോഗിക്കുന്നത് പിന്നെ രാത്രി കിടന്നുകൊണ്ട് ഉറങ്ങാൻ നിൽക്കുന്ന സമയത്താണ്. ബെഡിൽ കിടന്ന് ക്ഷീണമൊക്കെ വന്ന് ഉറക്കത്തിലേക്ക് പോയി നിൽക്കുന്ന സമയത്താണ്, ബെഡ്റൂമിലാണ് കുറേ ആളുകൾ ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. എന്താ തീരുമാനം എടുക്കേണ്ടത്? കിടന്നുകൊണ്ട് ബെഡ്റൂമിൽ ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ, ഉറങ്ങണതിൻ്റെ 1 മണിക്കൂർ. ഇപ്പോൾ രാത്രി നമ്മൾ 9 മണിക്കാണ് വീട്ടിൽ കിടന്നുറങ്ങണമെന്ന് തീരുമാനിക്കുക. 9 മണിക്കാണ് നമ്മൾ ഉറങ്ങണമെന്നുണ്ട്. 8 മണി മുതൽ 9 മണി വരെ ഞാൻ ഫോൺ ഉപയോഗിക്കൂല എന്ന് നമ്മൾ തീരുമാനിക്കുക. ഇനി നമ്മുടെ വീട്ടിൽ രക്ഷിതാക്കളോ മറ്റൊക്കെ ആണെങ്കിൽ ഒരു ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ആ ഒരു സമയത്തായിരിക്കും അവർക്ക് ആകെ ഫോൺ ഉപയോഗിക്കാനുള്ള സമയം കിട്ടുക. ബാക്കി യാത്രയിലോ ഡ്രൈവിങ്ങിലോ മറ്റൊക്കെ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഫോൺ ഉപയോഗിക്കാൻ പറ്റുക. അപ്പം മാത്രം സമയം ഫോൺ ഉപയോഗിക്കാൻ കിട്ടുന്ന ആളുകളാണെങ്കിലും അവരും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്, കിടന്നുകൊണ്ട് ഇരുട്ടത്ത് ലൈറ്റൊക്കെ ഓഫാക്കിയതിന് ശേഷം ഞാൻ ഫോൺ ഉപയോഗിക്കൂല. അതെന്താ? അത് സ്ക്രീനിൻ്റെ ലൈറ്റ് നമ്മൾ നല്ല വെളിച്ചമുള്ളൊരു സ്ഥലത്തു നിന്നാണ് ശരിക്കും ഫോൺ ഉപയോഗിക്കേണ്ടത്. സ്ക്രീനിൻ്റെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് നേരിട്ട് അടിച്ചാൽ നമുക്ക് പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെഡ്സെറ്റ് കുത്തിയിട്ടാണ് ഈ ഫോൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറെ ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ സ്വാഭാവികമായൊരു പ്രശ്നമുള്ളത് എന്താ? നമ്മൾ എന്തതിൽ കണ്ടാലും എന്തതിൽ കേട്ടാലും ഒരു കുഴപ്പമില്ല എന്നുള്ള അവസ്ഥ വരും. അങ്ങനെ വന്നാൽ അത് ആർക്കാ ദോഷം? ശരിക്ക് നമുക്ക് തന്നെയാണ് ദോഷം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കിടന്നുകൊണ്ട് ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇരുട്ടത്ത് നമ്മൾ ഫോൺ ഉപയോഗിക്കരുത്. പിന്നെ എപ്പോഴാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കേണ്ടത്? നമ്മൾ നേരെ ഇരുന്ന് ചാരി ഇരുന്ന് ഉപയോഗിക്കാൻ പ്രശ്നമില്ല. പക്ഷെ ചാരിയിരുത്തം നമ്മളെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ചുമരിനോട് ചാരി ഇതാരും കാണൂല എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട, കാണണ്ട. ഇതെന്ത് സിറിലും അലാനീയത്തിലും അല്ലെ, രഹസ്യത്തിലും പരസ്യത്തിലും ആരെ പേടിക്കണം, ആരിൽ സൂക്ഷ്മത ഉണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞു. ആരെയാ സൂക്ഷിക്കേണ്ടത്? അല്ലാഹു. മാഷാ അല്ലാ. ആരാണ്? അഫാൻ അലി. ചെറിയ കുട്ടിയാണെന്ന് എനിക്ക് തോന്നണത്. അഫാൻ അലി പറഞ്ഞിട്ട് അല്ലാഹു എന്നുള്ള ഉറക്കെ പറഞ്ഞു. നമ്മളിവിടെ കേട്ടിട്ടില്ല എന്നുള്ളൂ. അപ്പൊ അങ്ങനെ രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ ആരും കാണൂല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. പടച്ചോൻ അത് കാണുന്നുണ്ട്. അപ്പോ ശ്രദ്ധിക്കേണ്ട എന്താണ്? നേരെ ഇരുന്ന് വെളിച്ചുള്ളൊരു സമയത്ത് സ്വകാര്യമായിട്ടല്ലാതെ പരസ്യമായിട്ടാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കേണ്ടത്. കിടക്കണ സമയത്ത് എപ്പോഴാണ് നമ്മൾ കിടന്നുറങ്ങുക? ശരിക്ക് നിങ്ങൾ പറയും, എപ്പോഴാണ് നമ്മൾ കിടക്കേണ്ടത്? നമ്മളിപ്പോൾ യാത്ര ചെയ്തിട്ട് ക്ഷീണിച്ച് നമ്മൾ വന്നൊരു സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ശരീരത്തിന് ആവശ്യമുള്ളത് എന്താ? വിശ്രമമാണ് ആവശ്യമുള്ളത്. ഉറക്കം ആവശ്യമുണ്ട്. കറക്റ്റ്, വിശ്രമം ആവശ്യമുണ്ട്. അപ്പൊ ആ വിശ്രമത്തിന്റെ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? എനിക്കൊന്ന് വിശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും 2 കൈ ഉയർത്തി ഇങ്ങനെ നീച്ചു നിൽക്കുവോ? ഒരു സ്ഥലത്ത് നിൽക്കൂല. വിശ്രമിക്കണം തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യുക? ഇരിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിലോ നല്ലോണം ക്ഷീണം വന്നിട്ടുണ്ട്, വിശ്രമിക്കണം തോന്നി നമ്മൾ എന്ത് ചെയ്യും? വേഗം പോയി കിടക്കും. അപ്പൊ കിടത്തം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വിശ്രമം ആവശ്യമുള്ള സമയമാണെന്ന്. അപ്പൊ കിടന്നുകൊണ്ട് നമ്മൾ ഫോൺ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? നമ്മുടെ വിശ്രമം നടക്കൂല. നമ്മുടെ കണ്ണിനും വിശ്രമം വേണം. നമ്മുടെ ശരീരത്തിന് വിശ്രമം ആവശ്യമുള്ള പോലെ തന്നെ കണ്ണിന് വിശ്രമം വേണം. കണ്ണിന് മാത്രം മതിയോ? മനസ്സിനും വിശ്രമം വേണം. ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ ഓരോ ഡാറ്റ നമ്മുടെ തലച്ചോറിലേക്ക് കയറുമ്പോൾ പലതരത്തിലുള്ള ഹോർമോണുകൾ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവക്കൊക്കെ, ശരീരത്തിന്റെ ആന്തരികാവയവങ്ങൾക്കൊക്കെ വിശ്രമം വേണം. അപ്പൊ വിശ്രമിക്കണ സമയത്ത് നമ്മളൊരു കാരണവശാലും ഫോൺ ഉപയോഗിക്കൂല എന്നൊരു ഉറച്ച തീരുമാനം നമുക്കുണ്ടാവണം. അതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. പിന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, നമ്മൾ ചില സമയത്ത്, പ്രത്യേകമായ ചില സമയത്ത് ഫോണ് ഉപയോഗിക്കൂല എന്ന് തീരുമാനിക്കുന്ന ചില സമയങ്ങളെ നമുക്ക് വേണം.
പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ കസിൻസ് ഒക്കെ വന്നു, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മളും വിരുന്ന് പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ അവിടുത്തെ കുടുംബക്കാരോടൊക്കെ നമ്മൾ പറയാം, നമ്മളൊരു നോ ഫോൺ ചലഞ്ച് തുടങ്ങാം. നോ ഫോൺ ചലഞ്ച്. എന്താ ഈ നോ ഫോൺ ചലഞ്ച്? ആരും ഫോൺ ഉപയോഗിക്കൂല. എത്ര ദിവസം? 10 ദിവസം. ഇനിയിപ്പോൾ വെക്കേഷനിൽ എത്ര ദിവസമാണ് ഉള്ളത്? ഇപ്പോൾ ചില CBSE സ്കൂളിലൊക്കെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ ചില കുട്ടികൾക്കൊക്കെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും ലീവാണ്. ഇപ്പം ഇന്നിപ്പോൾ ഏതാ ദിവസം? ഇന്ന് വ്യാഴാഴ്ചയാണ്. വെള്ളി, ശനി, ഞായർ 3 ദിവസം നമ്മളിഞ്ഞ് വെക്കേഷനാണ്. ആ വെക്കേഷനിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാണ്ട്, ചിലപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ചില പ്രത്യേകമായ വർക്കുകളൊക്കെ തന്നിട്ടുണ്ടാവും ടീച്ചേഴ്സ്. അപ്പോൾ ആ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ വീട്ടിൽ എന്തെങ്കിലും ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുണ്ടാവും, ആ സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. എന്തോ ആകട്ടെ, നമുക്ക് കൂടുതൽ താല്പര്യമുള്ള, എൻജോയ്മെന്റ് കിട്ടണം, നമുക്ക് ഇഷ്ടം തോന്നുന്ന എന്ത് കാര്യം ചെയ്താലും വേണ്ടില്ല, ഫോണ് ഞാൻ ഇനി 3 ദിവസം തീരെ ഉപയോഗിക്കണില്ല എന്ന് തീരുമാനിക്കാം. നോ ഫോൺ ചലഞ്ച്. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ വീട്ടുകാരും ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോ ഫോൺ ചലഞ്ച് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അതിന് നിങ്ങളൊരു സമ്മാനം തരണം എന്ന് ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ നമ്മുടെ ഉമ്മയോ നമ്മുടെ വല്യമ്മയോ അല്ലെങ്കിൽ നമ്മുടെ അമ്മാവനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സമ്മാനം നമുക്ക് തരും. അടുത്ത വെക്കേഷനിൽ ഇൻഷാ അല്ലാഹ് ഇനി 2 മാസത്തെ വെക്കേഷൻ വരുമ്പോൾ ആ വെക്കേഷനിൽ ഇനി ആദ്യത്തെ ഒരു 10 ദിവസം തീരെ ഉപയോഗിക്കില്ല, പിന്നെ ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ചേരം ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു 10 ദിവസം കൂടി. അങ്ങനെ ഈ വെക്കേഷനിൽ 60 ദിവസം വെക്കേഷൻ കിട്ടുമ്പോൾ അതിൽ ഒരു 5 തവണ ഏറ്റവും ചുരുങ്ങിയത് 10 ദിവസം വീതം നമ്മൾ നോ ഫോൺ ചലഞ്ച് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ തന്നെ നിയന്ത്രിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും, എനിക്കത് ഫോൺ നിയന്ത്രിക്കാൻ കഴിയും, എനിക്കത് ഫോൺ ഉപയോഗിക്കാതെ കുറേ ദിവസം നിൽക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് തന്നെ ബോധ്യപ്പെടും. നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു കരുത്തുള്ളവനാണ് എന്ന് തോന്നും. ഏറ്റവും ശക്തൻ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൽപിടുത്തത്തിൽ തൻ്റെ കൂട്ടുകാരനെ മറിച്ചിടുന്നവനല്ല, യുദ്ധത്തിൽ കൂട്ടുകാരനെ തോൽപ്പിക്കുന്നവനല്ല ശക്തൻ. പിന്നെ ദേഷ്യം വരുമ്പോൾ സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ശക്തൻ എന്നാര് പറയാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം. അള്ളാഹു പറഞ്ഞല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം. മൽപിടുത്തത്തിൽ തൻ്റെ കൂട്ടുകാരനെ പരാജയപ്പെടുത്തുന്നവനല്ല ശക്തൻ. ശക്തൻ ആരാ? ശക്തൻ സ്വന്തം നഫ്സിനെ, സ്വന്തം ശരീരത്തിനെ പിടിച്ചു വെക്കാൻ, ദേഷ്യം വരുമ്പോൾ പിടിച്ചു വെക്കാൻ കഴിയുന്നവനാണ് ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിനെ ഫോൺ എടുക്കാൻ തോന്നുമ്പോൾ എടുക്കാൻ നമ്മൾ പോകാതിരിക്കുക, നമ്മുടെ മനസ്സിനെ കെട്ടിയിടുക, അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി നമ്മളാരെങ്കിലും ഫോൺ നിയന്ത്രണത്തിന് എന്തെങ്കിലും ഒരു മാർഗം ചെയ്ത ആളുകൾ എൻ്റെ കൂട്ടുകാരിലുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെയാണ് ഫോൺ നിയന്ത്രിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇന്ന കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, ഇന്ന വിഷയമാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്, എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് കൈ താത്തി വെക്കി. ഇനി ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോകണം. ആ ചോദ്യം ചോദിക്കുന്നതിന് ഹാൻഡ് റൈസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് കൈ ഉയർത്തേണ്ടത്. ഇപ്പം എല്ലാവരും ഒന്ന് കൈ താത്തുക. ഉമർ കാക്കുവോ അതൊന്ന് കൈ താത്തി കൊടുക്കുക എല്ലാവരും. ഇപ്പം കൈ പൊക്കരുത് അസീമേ, ഞാൻ ഉണ്ടല്ലോ തന്നെ. ചോദ്യം ചോദിച്ചതിന് ശേഷമല്ലേ കൈ ഉയർത്തുക. അബാനേ അസീമെ ഞാൻ എടുത്ത് പുറത്താക്കൂട്ടോ, ഇപ്പൊ കൈ ഉയർത്തരുത്. ഞാൻ ചോദ്യം ചോദിച്ചതിന് ശേഷം കൈ ഉയർത്തണ്ട്. ചോദ്യം ഇതാണ്, ആരാണ് പിന്നെ നല്ലൊരു മാർഗം പറയാൻ ആർക്കാണ് കഴിയുക? ഞാൻ ഇങ്ങനെയാണ് നിയന്ത്രിച്ചത് എന്ന് പറയാൻ കഴിയുന്നത് ആർക്കാണ്? ഇതിൽ കുറേ ആൾക്കാർ ഇപ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ട്. ഓലൊക്കെ പറയാൻ, എന്തെങ്കിലും ഒരു മാർഗം പറയാൻ റെഡിയുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ ആദ്യം ഉയർത്തിയ ആള് എന്നുള്ള നിലക്കൊന്നും സെലക്ട് ചെയ്യണില്ല. ഇതിൽ നിന്ന് ഞാൻ വെറുതെ ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട ഒരാളെടുത്ത് എൻ്റെ കൈ എവിടെയാണ് പോയിട്ടാണോ തട്ടി നിന്നത് അവിടെ തട്ടിയ ഒരാളെ ഞാനൊന്ന് വിളിക്കുക കേട്ടോ. അവൻ ആദ്യം പറഞ്ഞ ആൾ ആയിരിക്കൂല ചിലപ്പം. സൈനബ് ഷുക്കൂറിന് എന്ത് ചെയ്യാ പറയാം? സൈനബ് ഷുക്കൂറിനൊന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കൂ. സൈനബ് ഷുക്കൂർ കാണില്ലേ? സൈനബ് ഷുക്കൂറിനെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പറയൂ മോളെ. വാലൈക്കും അസ്സലാം, പറയൂ. ഈ വെക്കേഷനില് 10 ദിവസം ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ പോലും അങ്ങനെ എല്ലാ ദിവസമല്ല, 2 ദിവസം 3 ദിവസം അരമണിക്കൂർ വെച്ചാൽ കണ്ടോളൂ. ബാക്കി എല്ലാ സമയവും ഫോണേ ഇട്ടിട്ടില്ല.
മോള് പറഞ്ഞത് ഫുള്ളായിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ പിന്നെ എന്തോ ഒരു എക്കോ വന്ന പോലെ തോന്നി ശബ്ദത്തിൽ. എക്കോ വന്നോ? മോളെ ഹെഡ്സെറ്റ് കുത്തിയിട്ടാണോ സംസാരിക്കണത് സൈനബ് ഷുക്കൂർ? ഒന്നുകൂടി പറയോ പറഞ്ഞ കാര്യം? സൈനബ് ഷുക്കൂർ മ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇനി പന്നെ കിട്ടണമെങ്കിൽ പണിയാവുമല്ലോ. ആ ഓക്കെ. ആ, ഈ വെക്കേഷനിലുണ്ടല്ലോ, ഓക്കെ. ഞാന് ആകെ 2-3 ദിവസം ഒരു അരമണിക്കൂറിലെ ഫോണ് ജസ്റ്റ് സ്കൂളിലെ ആവശ്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. ആഹാ. ബാക്കിയുള്ള ടൈമിലൊക്കെ പിന്നെ കുറേ ദിവസം ഖുർആൻ പഠിച്ചു. പിന്നെ ക്ലാസ് ഉണ്ട്, ഹലാവത്ത് ഖുർആനിലും ചേർന്നുണ്ട്. അതൊക്കെ കേൾക്കലും ഈ മദ്രസയുടെ ഇത് തന്നെ അതും കുറെ തവണ റിപ്പീറ്റ് അടിച്ച് കേട്ടു. പിന്നെ നമ്മുടെ അറബി കോഴ്സ് ഇല്ലേ, അതും ഓ. കുറെ തവണ റിപ്പീറ്റ് അടിച്ച് കേട്ട്. ആ. ഇതൊക്കെയായിരുന്നു ഇതിന്റെ പണി. മാഷാ അല്ലാ. അപ്പൊ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഫോൺ ഉപയോഗിച്ചത് എന്താണ്? ഫലപ്രദമായ നല്ല കുറേ വഴിയിലൂടെയാണ് ഫോൺ ഉപയോഗിച്ചത്. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. മാഷാ അല്ലാ. സൈനബ് ഷുക്കൂർ നമുക്ക് നല്ല ഒരു അടിപൊളി പോയിന്റാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ കുറേ നല്ലതായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഫോണിനെ ഉപയോഗിക്കാം. അപ്പം നമുക്ക് അഡിക്ഷൻ ഇല്ല. നമ്മൾ നല്ല ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് അറബി ഭാഷാ പഠന കോഴ്സിന് ഉപയോഗപ്പെടുത്തി, ഈ മദ്രസയുടെ പഴയ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ ഉപയോഗിച്ചു, അങ്ങനെ സ്കൂളിലെ ഹോംവർക്കുകളൊക്കെ പൂർത്തീകരിക്കാൻ ഉപയോഗിച്ചു. അതൊക്കെ നല്ല തീരുമാനങ്ങളാണ്, അടിപൊളി തീരുമാനമാണ്. അങ്ങനത്തെ ഒരാൾ ഫോൺ കുറച്ച് നേരം ഉപയോഗിക്കുമ്പോൾ ഫോൺ എടുത്തക്കടി എന്താ അത് കുറേ നേരമായല്ലോ എന്നും മാര് ചോദിക്കൊന്നുമില്ല. മാരതിന് അനുവാദം തരികയാണ് ചെയ്യുക, സമ്മതിക്കുകയാണ് ചെയ്യുക. അപ്പം അത് വളരെ നല്ല ഒരു കാര്യമാണ് ഇവിടെ സൈനബ് ഷുക്കൂർ പറഞ്ഞത്. വേറെ ആർക്കാണ് അങ്ങനെ ഒരു കമൻറ്റ് പറയാനുള്ളത്? ഞാനതൊന്ന് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആരെയാണ് അടുത്ത് വിളിക്കണത് എന്നറിയോ? സാലിം ബിൻ സാദിഖ്. സാലിം ബിൻ സാദിഖിന് പറയാണ്ട്. സാലിം ബിൻ സാദിഖിന് മൈക്ക് ഓപ്പൺ ആക്കി കൊടുക്കൂ. സാലിം ബിൻ സാദിഖ്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാന് ഫോൺ ഉപയോഗിക്കണതിന് പകരം പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി. പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് വളരെ നല്ലൊരു മാർഗമാണ് സാലിം ബിൻ സാദിഖ് പറഞ്ഞത്. എന്താ? പുസ്തകങ്ങൾ വായിക്കുക ആ സമയം. അപ്പോൾ നമ്മൾ എൻഗേജ് ആവുന്നത് ഏത് കാര്യത്തിലാണ്? പുസ്തക വായനയിലാണ്. പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ റീലും ഇങ്ങനെ കണ്ടു തള്ളണ മാതിരിയല്ല. വായന നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ പോയിന്റുകൾ തലയിലേക്ക് കൃത്യമായി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അല്ലേ? തലയിലേക്ക് കൃത്യമായിട്ട് ഇങ്ങനെ വായനയിലൂടെ ആ പോയിന്റുകൾ മനസ്സിലാവും. കുറേ കാര്യങ്ങൾ പുതിയത് പഠിക്കാം. ഇനി കഥകളോ കവിതകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും അത് വായിക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? കുറേ ഭാഷാ ശൈലികൾ കിട്ടും. നമ്മുടെ സാഹിത്യം നന്നാകും, എഴുത്ത് നന്നാകും, നമ്മുടെ കഴിവുകൾ വർദ്ധിക്കും. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ അതിലുണ്ട്. മികച്ച ഒരു 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 നല്ലൊരു അഭിപ്രായമാണ് സാലിം ബിൻ സാദിഖ് പറഞ്ഞത്. ജസാക്കല്ലാഹു ഖൈറ. മോനെ മ്യൂട്ട് ചെയ്തോ. അടിപൊളിയായിട്ട് പറഞ്ഞത് സൂപ്പറാണ്. ഈ പറഞ്ഞ രണ്ടാളുകളും സൈനബ് ഷുക്കൂറും സാലിം ബിൻ സാദിഖും രണ്ടാൾക്കാരും ഞാനാണ് സൈനബ് ഷുക്കൂർ, ഞാനാണ് സാലിം ബിൻ സാദിഖ് എന്ന് പറഞ്ഞ് പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലല്ല, കോഴ്സിൻ്റെ ഉള്ളിലുള്ള ഫീഡ്ബാക്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് പറയണം കേട്ടോ. അപ്പം നിങ്ങളെ നമ്മൾ പ്രത്യേകം കാണും. ബിലാൽ അടുത്ത ബിലാലാണ്. മലയാളത്തിൽ പേരെഴുതിയ ബിലാലിന് അവസരമുണ്ട്. ബിലാലിനാണ് അടുത്ത് പറയാനുള്ള അവസരം കൊടുക്കുന്നത്. യെസ് മോനെ ബിലാലെ സംസാരിച്ചോ. വീഡിയോ ഓൺ ആക്കിയിട്ടില്ലേ ജി? വീഡിയോ ഓൺ ആക്കിയിട്ട് സംസാരിച്ചോ. ബിലാലിന്റെ അടുത്ത് വേറെ ആരോ റേഡിയോ കൊണ്ട് പിന്നെ ഇരിക്കണ്ടോ? അയാളോട് അങ്ങ് ദൂരക്ക് മാറിക്കാൻ പറയും, വിട്ടിക്ക് പോകാൻ പറയും. ഇനി ബിലാല് പറയും മോനെ. ഞാൻ അമ്മേനെ സഹായിക്കും, ഖുർആൻ ഓതും, പിന്നെ കുറച്ചു നേരം കളിക്കും. അയ്യവ. അപ്പൊ കളി എന്നൊരു കാര്യം ഇവിടെ ലാസ്റ്റ് പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ്. ഉമ്മയെ സഹായിക്കുന്ന കാര്യം പറഞ്ഞു, പിന്നെ നിസ്കരിക്കുന്ന കാര്യം പറഞ്ഞു, ഖുർആനോത്തിന്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. കളി എന്നൊരു കാര്യം പറഞ്ഞു. എൻജോയ്മെന്റ് ഉള്ള ഒരു കാര്യമാണ് കളി അല്ലേ? ഫോൺ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻജോയ്മെന്റ് ഉണ്ട്, അതിലൊരു സന്തോഷമുണ്ട്. അതേപോലെ തന്നെ കളിക്കുമ്പോഴും നമുക്ക് സന്തോഷമുണ്ട്. നമ്മളിവിടെ സന്തോഷം കിട്ടുന്ന ഹോർമോണിന്റെ കാര്യം, ഡോപ്പമിന്റെ കാര്യമൊക്കെ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിലൂടെ ഒക്കെ നമുക്ക് സന്തോഷം കിട്ടുന്ന കുറേ കാര്യങ്ങളിലൂടെ
നമുക്കിതിനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമ്മുടെ ബിലാൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്. ബിലാൽ അടിപൊളി പോയിന്റാണ് ബിലാൽ പറഞ്ഞത്. അപ്പൊ എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത് വേറെ ചോദ്യമാണ്. അല്ലെങ്കിൽ ഇതിലെ 2-3 പോയിന്റുകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. അപ്പോൾ അടുത്ത ഇതിന് കൈയുയർത്തിയ ആൾക്കാരെ കൈ താത്തണ്ടല്ലോ. ഞാൻ ഒരാളോടും കൂടി ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ഇതിന് നിയന്ത്രിക്കാനുള്ള വഴി കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ്. നജാ എം അതുപോലെ ഫർഹ എം. നജാ എമ്മും ഫർഹ എമ്മും ഓലോടാണ് ഞാൻ അടുത്ത് ചോദിക്കുന്നത്. ഓൽക്ക് മൈക്ക് കൊടുക്കി. നജാ എമ്മിനും ഫർഹ എമ്മിനും ഓല് പറയാൻ റെഡി ആയിട്ടുണ്ടാവും അല്ലേ? ആ, നജാ എം ഫർഹ എം. യെസ്, പറഞ്ഞോ മോളെ. നജാ എം. യൂട്യൂബ് ഒക്കെ എടുക്കുമ്പോ സെറ്റിങ്സ് പോയിട്ട് രാത്രി 9 മണിക്ക് ശേഷം കാണാൻ പറ്റില്ല എന്നല്ലേ, നമ്മൾ സ്വന്തമായിട്ട് അലാരം അടിച്ചു. അത് ശരി, ഓക്കെ. ചില പ്രത്യേക സമയം നിശ്ചയിക്കാം. നജാ ഫാത്തിമ, വേറെ എന്തെങ്കിലും പോയിന്റ് കൂടി ചേർക്കാണ്ടോ? എന്നാ അതുകൂടി പറഞ്ഞോളൂ. എന്നാ പിന്നെ മോളുടെ മ്യൂട്ട് ചെയ്തതിനു ശേഷം ഞാൻ സംസാരിക്കും. ഫ്രീ ടൈമിൽ ഖുർആൻ കേൾക്കും, അതേപോലെ കാണാതെ പഠിക്കാൻ ശ്രമിക്കും. യെസ്, ഓക്കെ. എന്നാ മ്യൂട്ട് ചെയ്തോളൂ മോളെ. അപ്പൊ നജാ ഫാത്തിമയോടെ പറഞ്ഞു ഫോണുകളിൽ തന്നെ അത്തരം ചില സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ്. ഫോണുകളിൽ തന്നെ അത്തരം ചില സംവിധാനങ്ങൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഫോണിൽ ഇന്ന സമയത്തിന് ശേഷം പ്രത്യേകം അലാം അടിക്കണം എന്ന് പറയാം. അപ്പോൾ അത് ഡിജിറ്റൽ വെൽബീയിങ് ആപ്ലിക്കേഷനിൽ പോയാൽ ആ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ടോട്ടൽ ഇത്ര സമയം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ സെറ്റ് ചെയ്യാം. ഇന്ന സമയത്ത് എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളും ഇനി ഉപയോഗിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള നോട്ടിഫിക്കേഷൻ വരണം, അലാം വരണം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത കുറേ കണ്ടന്റുകൾ ഇങ്ങനെ സജഷനായി വരും. നമ്മൾ ഒരു തവണ സെർച്ച് ചെയ്തതോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ കണ്ടതോ ഒക്കെ ആയിട്ട് നമുക്ക് കുറേ സജഷൻസ് തരും. ആ സജഷൻസ് കാരണത്താൽ നമുക്ക് അനാവശ്യമായി കുറേ റീലുകളും കുറേ വീഡിയോസും സജഷൻസ് വരുമ്പോൾ ഇത് എനിക്ക് ഇഷ്ടമുള്ളതല്ല, എനിക്ക് താല്പര്യമുള്ളതല്ല, എൻ്റെ സമയം കുറേ നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് ഏതെങ്കിലും ഒരു കണ്ടന്റിനെ പറ്റി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? വേഗം അവിടെ യൂട്യൂബിലാണെങ്കിൽ ഒരു 3 പുള്ളിയിൽ ക്ലിക്ക് ചെയ്ത് മോറിൽ ക്ലിക്ക് ചെയ്ത് ഇതെനിക്ക് താല്പര്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് നോട്ട് ഇൻട്രസ്റ്റഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നോട്ട് ഇൻട്രസ്റ്റഡ് സെലക്ട് ചെയ്ത് ഇതിൽ നിന്ന് സമ്പൂർണ്ണമായി സജഷനുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ഫോണിന്, നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യം, മനസ്സിലാവേണ്ട ഒരു കാര്യം, നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കും നമ്മുടെ ഫോണിനൊക്കെ മനസ്സിലാകണം. ഈ കുട്ടി അവൻ ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഈ കുട്ടി അവൻ ഖുർആൻ പഠിക്കുന്ന കുട്ടിയാണ്, ഈ കുട്ടി അവൻ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്ന കുട്ടിയാണെന്ന് ആർക്ക് മനസ്സിലാകണം? നമ്മുടെ ഫോണിന് മനസ്സിലാകണം. അപ്പോൾ ഫോണിൽ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും സജഷൻ കാരണത്താൽ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് കാണൂല, നമ്മളത് ഒഴിവാക്കി വിടും. തരാൻ ആവശ്യമായ കാര്യമാണ്. എന്തെങ്കിലും ചില ആപ്ലിക്കേഷനുകളുടെ പരസ്യങ്ങളൊക്കെ വരും. ആ പരസ്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയാണ് ഇത് മോശപ്പെട്ടൊരു സാധനമാണ്, ഇത് ഞാൻ കാണേണ്ടതല്ല, അത് വൃത്തികേടാണ്, ഇതെനിക്ക് കാണാൻ പറ്റിയതല്ല, നല്ലതല്ല എന്ന് തോന്നിയാൽ നമ്മൾ വേഗം അത് സ്കിപ്പ് ചെയ്ത് വിടും. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം, നല്ലത് മാത്രമേ നമ്മൾ കൂടുതൽ സമയം കാണുള്ളൂ. അങ്ങനെ നല്ലതാണെന്ന് ഉറപ്പുള്ളതിന് നമ്മൾ സമയം ചെലവാക്കുക, ഇഷ്ടമില്ലാത്തത് നമ്മൾ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കുക. ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചില സെറ്റിങ്സുകൾ വരുത്തി ആ സെറ്റിങ്സിലൂടെ നമുക്ക് നമ്മളെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റും. ഇനി 1-2 ആളുകൾക്ക് കൂടി നമ്മൾ പെട്ടെന്ന് അവസരം കൊടുക്കുകയാണ്. ഈ സംസാരിച്ച ആളുകൾ അവർ എന്ത് ചെയ്യണം? അതിൽ നിന്ന് കൈ താത്തിയിടണം കേട്ടോ, എന്നാലേ എനിക്ക് തെറ്റാതെ വിളിക്കാൻ കഴിയുള്ളൂ. അടുത്തത് സയ്യിദ് ഫൗസാൻ. ഞാൻ വിളിക്കുന്ന ആളുകൾ റെഡിയായി, ഹാൻഡ് റൈസ് ചെയ്ത ആളുകൾ റെഡിയായി നിന്നോളിട്ടോ. ആരെ ഞാൻ വിളിക്കണമെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാറുള്ള കൈ ഇങ്ങനെ ഉയർത്തണമല്ലോട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇവിടെ നമ്മുടെ പാർട്ടിസിപ്പൻസിൽ ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷനിൽ റിയാക്ഷൻ ക്ലിക്ക് ചെയ്യുക. റിയാക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഹാൻഡ് റൈസ് ചെയ്യുന്ന ഓപ്ഷൻ, അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഹാൻഡ് റൈസ് ചെയ്തതിൽ ആരാണുള്ളത്? അവിടെ സയ്യിദ് ഫൗസാന് മൈക്ക് കൊടുത്തോളൂ. യെസ്, സയ്യിദ് ഫൗസാൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നെ കാണട്ടെ സയ്യിദ് ഫൗസാനെ. എന്റെ പച്ച് ഒരു ജ്യൂസ് പൂർത്തിയാക്കിയാൽ സൈക്കിള് വാങ്ങി തരുന്ന, എന്നിട്ട് ജ്യൂസ് പൂർത്തിയാക്കാൻ നിക്കാണ്. അയ്യോ, അപ്പൊ ഫോണ് കുറെ ഉപയോഗം കുറച്ചിക്കണോ അത് കാരണത്താല്? അപ്പൊ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റിയ വളരെ നല്ലൊരു കാര്യമാണ് സയ്യിദ് വിജിതാൻ പറഞ്ഞത്. ഓൻ്റെ ഒപ്പച്ചി സയ്യിദ് സർഹാനും ഉണ്ട്,
സയ്യിദ് ഫൗസാന്റെ അനിയനെ ഇക്കാരം സയ്യിദ് സർഹാൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സയ്യിദ് ഫൗസാന്റെ പച്ചി ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? ഒരു ജുസ് ഫുള്ള് മോനെ ഹിഫളാക്കിയാൽ എനിക്കൊരു സൈക്കിൾ വാങ്ങിത്തരാ എന്ന് പറഞ്ഞു. അപ്പോൾ ഓന്റെ മനസ്സിൽ സൈക്കിൾ വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. മ്യൂട്ട് ചെയ്തോളൂ മോനെ, സയ്യിദ് ഫൗസാൻ മ്യൂട്ട് ചെയ്തോളൂ മോനെ. വെരി ഗുഡ്, അടിപൊളിയായിട്ടുണ്ട് ഇജ് പറഞ്ഞിട്ടോ. കുറേ ആളുകൾക്ക് മാതൃകയായ നല്ലൊരു കാര്യമാണ് ഇപ്പച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചിലത് ത്യജിക്കുക, ചിലത് ഒഴിവാക്കുക, അത് വേണ്ടെന്ന് വെക്കുക. എന്താ? ഇഷ്ടപ്പെട്ട വേറൊന്ന് കിട്ടാൻ വേണ്ടി. അപ്പൊ നമ്മളൊരു ജുസ് ഹിഫളാക്കുന്നു, അതിലൂടെ നമുക്ക് കുറെ നേട്ടമുണ്ട്, പരലോകത്ത് നേട്ടമുണ്ട്. ഇനിയോ അതോടൊപ്പം നമുക്കൊരു സൈക്കിള് ഈ ദുനിയാവിൽ കിട്ടണു, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറേ സമയം അനാവശ്യമായി ഉപയോഗിക്കുന്ന ഈ ഫോണിന്റെ കാര്യത്തിന് നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റും. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ എല്ലാവരുടെ കുറേ ഐഡിയകൾ ഉണ്ട് കേട്ടോ. നിങ്ങൾ ചെറിയ ടീമല്ല, വലിയ ബടാ ടീമാണ്. അടുത്ത പ്രാവശ്യം ഞാൻ പറയും, ഞാൻ ക്ലാസ് എടുക്കൂല, എൻ്റെ കുട്ടികൾ ക്ലാസ് എടുക്കും. ഈ കുട്ടികൾ ഇതൊക്കെ പഠിച്ച ആൾക്കാരാണ്. ഈ പഠിച്ച ആൾക്കാർക്ക് ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണോ? ഓൽക്ക് ഇതൊക്കെ അറിയാലോ, പിന്നെ ഇപ്പം എന്തിനാ ഞാൻ ഇപ്പം അത് ക്ലാസ് എടുക്കണത്? അബ്ദുള്ള സനീം അറബിയിലാണ് ഈ അബ്ദുള്ള സനീം പേര് എഴുതിയിട്ടുള്ളത്. അത് മോൻ്റെ പേര് തന്നെയാണോ അതോ ഇഞ്ഞ് കുടുംബത്തിലെ വേറെ ആരെങ്കിലും പേരാണോ എനിക്കറിയില്ല. എന്തായാലും അബ്ദുള്ള സനീമിന് മൈക്ക് കൊടുക്കി, ഓൻ പറയട്ടെ. ഓൻ കാറിനോടൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ ഇപ്പോൾ ഓനക്ക് ഫോൺ ഒഴിവാക്കാൻ എന്താണ് ഇപ്പോൾ ഒരു വഴിയോ സ്വീകരിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. അബ്ദുള്ള സനീം, മോൻ വെറുതെ കൈ ഉയർത്തിയതല്ലല്ലോ, അനക്ക് തന്നിട്ടില്ലേ മൈക്ക്? തന്നിട്ടില്ലേ? വലൈക്കും അസ്സലാം. എന്റെ പേര് അബ്ദുള്ള സനീമാണ്. എന്നെ കാണുന്നുണ്ടോ അവിടെ? ഞാൻ കണ്ടില്ല കേട്ടോ. വീഡിയോ ഓൺ ആക്കിയിട്ടില്ലേ മോനെ? ഓണാക്കി. ഇപ്പൊ കാണുന്നുണ്ട്. എന്റെ പേര് തന്നെയാണല്ലേ? എന്നാ പറയടാ കുട്ടിയെ, അടിപൊളിയായിട്ട് പറയും. ഞാൻ അറിയാതെ റേസ് ചെയ്തതാണ്. എടാ, ഒന്നും പറയാനില്ല. ആയിക്കോട്ടെ. എന്നാ പ്രശ്നമില്ല കേട്ടോ, സാരല്ല. ഇനി അങ്ങനെ അറിയാതെ ഹാൻഡ് റൈസ് ചെയ്ത് വെക്കലിട്ടാരും അറിയാതാണ്. ഞാനിപ്പോ കാര്യമായിട്ട് പിന്നെ ഹംദ മൊയ്തീൻ നേരത്തെ പറഞ്ഞല്ലോ, സൽമ, അല, മറിയം, ഫാത്തിമ, പടച്ചോനെ ഇതിൽ കുറെ. നൂറ ഹുസ്ന സാലിഹ ബിലാൽ. ഓക്കെ, ഓല് പറയും. നൂറ ഹുസ്ന സാലിഹ ബിലാൽ. ബാക്കിയുള്ളതൊന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാത്തവര് കൈ താത്തിയിട്ടോ. നമുക്കത് പ്രയാസം ഉണ്ടാക്കില്ല. ഇൻഷാല്ല അവർക്കൊന്നും മൈക്ക് കൊടുക്കി. ലാസ്റ്റായിട്ട് നമ്മൾ അവരോട് കൂടി ഇത് അവസാനിപ്പിക്കാം ഇൻഷാല്ല. മൈഷ, നമ്മള് കാണൂലാന്ന്. വെരി ഗുഡ്. നമ്മുടെ മനസ്സിന്റെ ദൃഢമായ തീരുമാനം, ഉറച്ച തീരുമാനം, ഇനി ഞാൻ ഇന്ന സമയത്ത് കാണൂല. അതേപോലെ തന്നെ തീരുമാനിക്കാവുന്ന മറ്റൊരു കാര്യമാണ്, ഇന്ന സമയത്തെ ഞാൻ കാണൂ, ഇന്ന സമയത്തെ ഞാൻ ഉപയോഗിക്കൂ. ഇപ്പൊ ചില കുട്ടികൾക്ക് സ്കൂൾ വിട്ടു വന്നാൽ ഉടനെ വേണം. സ്കൂൾക്ക് പോകാൻ വേണ്ടി വണ്ടി വെയിറ്റ് ചെയ്യണ സമയത്ത് നിർബന്ധമായും വേണം. അങ്ങനെയല്ല, ചില സമയങ്ങൾ നിശ്ചയിക്കുക. ദിവസം ഞാൻ എൻ്റെ ഒരു പ്രായത്തിൽ ഞാൻ പൂർണ്ണമായി ഒഴിവാക്കലാണ് നല്ലത്. എന്നാലും പൂർണ്ണമായി ഒഴിവാക്കാൻ എനിക്ക് കഴിയാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാനൊരു 20 മിനിറ്റേ കാണൂ. 20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ടൈമാണ്. അപ്പോൾ അത് 20 മിനിറ്റ് എപ്പോഴൊക്കെയാണ്? അപ്പോൾ രാവിലെ നമ്മൾ വെക്കേഷൻ സമയമല്ല, ഒരു സ്കൂൾ പോകണ കുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ എന്തായാലും കാണില്ല. അതെന്താ? എനിക്ക് ഹോംവർക്കുകൾ ചെയ്യാണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട്, മദ്രസയിൽ പോകാണ്ട്, അവിടെ നിന്നൊക്കെ തിരിച്ചു വന്നിട്ട്, അപ്പോൾ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈയും കാലൊക്കെ കഴുകി, ഭക്ഷണമൊക്കെ കഴിച്ച്, ചായയൊക്കെ കുടിച്ച്, ആ ഡ്രസ്സൊക്കെ മാറ്റി, അതൊക്കെ കഴിഞ്ഞ് സാവധാനത്തിൽ വൈകുന്നേര സമയമാണെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി പോയി വരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിക്കോ പോയി വന്ന് പിന്നെ കിടക്കാൻ നേരത്തല്ല, എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമുക്ക് രക്ഷിതാക്കളോട് സംസാരിച്ച് അവരുടെ അനുവാദത്തോടു കൂടി നമ്മളൊരു സമയം നിശ്ചയിക്കുക. ആ സമയം മാത്രം ഞാൻ ഉപയോഗിക്കുള്ളൂ. ഇപ്പം 4 മണിക്ക് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉപയോഗിക്കണു, എന്നിട്ട് ബാക്കി വേഗം കളിക്കാൻ പോകണു, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നമ്മൾ സമയം കണ്ടെത്തണു. അങ്ങനെ ഒരു നിശ്ചിത സമയം മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ എന്ന ഒരു നല്ല തീരുമാനം നമുക്കുണ്ടായാൽ അതെന്തായിരിക്കും? നല്ല തീരുമാനം നമുക്കുണ്ടായാൽ അത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ആ ഒരു ശക്തമായ തീരുമാനം നല്ലതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ലാസ്റ്റായിട്ട് ഒരാൾക്കും കൂടി നമ്മൾ അവസരം കൊടുക്കുകയാണ്. മൈഷ മുസ്തഫ, അങ്ങനെ തന്നെയല്ലേ പേര്? വായിക്കുക. മോൾക്കൊരു അവസരം കൂടി കൊടുക്കി, വേഗം പെട്ടെന്ന്. മോള് പറഞ്ഞോ, നല്ല പോയിന്റ് എൻ്റെ അടുത്തുണ്ട് എന്നാ വിചാരിക്കണേ, പറഞ്ഞോ. നമ്മള് ഉമ്മാനോട് പറയാ, എനിക്ക് 1.5 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ മതി. അത് ഞാൻ ഇത്ര സമയമേ ഉപയോഗിക്കുള്ളൂ, എനിക്ക് അത്ര സമയം തരാവൂ എന്ന് പറയാം.
അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചെയ്യാം. അതിനപ്പുറം ഞാൻ ഏതെങ്കിലും സമയത്ത് ഉപയോഗിച്ചതായി നിങ്ങൾ കണ്ടെത്തിയാൽ, ഞാൻ അതിൻ്റെ അപ്പുറം നിങ്ങളോട് ടൈം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമ്മ? എനിക്ക് ഇന്ന ഒരു അഡീഷണൽ വർക്ക് നിങ്ങൾ തരണം. ആ വർക്ക് എന്താണെന്നുള്ളത് നമ്മളതിനെ തീരുമാനിക്കാം. അമ്മ ഞാൻ അതിൽ കൂടുതൽ സമയം നിങ്ങളോട് ചോദിച്ചാൽ അതിൻ്റെ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ നിങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് പാത്രം കഴുകി വെക്കലൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ആ പാത്രം മുഴുവൻ ഞാൻ കഴുകിക്കോളാം. അത് പറ്റുമോ? അല്ലെങ്കിൽ രാവിലെ അടിച്ചു വാരൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ, അപ്പോൾ അടിച്ചു വാരൽ ഞാൻ ചെയ്തോളാം. ഉപ്പച്ചിൻ്റെ ഡ്രസ്സ് ഞാൻ ഇസ്തിരിട്ട് കൊടുത്തോളാം. അങ്ങനെ നമ്മൾ തന്നെ നമുക്ക് ചില പണിഷ്മെൻറ്റുകളായി, ഇതൊന്നും പണിഷ്മെൻ്റ് അല്ല കേട്ടോ, ഇതൊക്കെ അല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ സ്ഥിരമായി നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ അത്തരം ചെയ്യാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഇഷ്ടത്തോടു കൂടി തന്നെ ഇന്ന ഒരു കാര്യം കൂടി ഞാൻ അഡീഷണൽ ചെയ്തോളാം, സാധാരണ ചെയ്യാത്തൊരു കാര്യം നമ്മൾ അഡീഷണലായി ചെയ്തോളാം എന്ന് തീരുമാനിക്കുക. അപ്പം ചെടികളൊക്കെ നനക്കുണ്ടാവും, സാധാരണ അത് താത്തയായിരിക്കും നനക്കുക. അപ്പം നമ്മൾ പറയാണ്, ഞാൻ ഫോണ് 5 മിനിറ്റ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സംഗതി ഞാൻ ചെയ്തോളാം എന്ന് പറയാം. അങ്ങനെ വളരെ നല്ല മിടുക്കന്മാരായ ആളുകൾ നിങ്ങളുടെ അടുത്ത് കുറേ പോയിന്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും പോയിന്റ് ചോദിക്കണം എന്ന് എനിക്കുണ്ട്, പക്ഷേ അതിനുള്ള സമയം നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ വേഗത്തിൽ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. ഫോണ് ഉപയോഗം നിയന്ത്രിക്കണം, അത് അധികമായാൽ പ്രശ്നമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ എടുക്കൂല എന്ന് തീരുമാനിച്ചു, ആരും കാണാതെ സ്വകാര്യമായി നമ്മളത് ഉപയോഗിക്കൂല എന്ന് തീരുമാനിച്ചു, നമ്മളതിനൊരു നിശ്ചിതമായ ഒരു സമയം മാത്രമേ ഉപയോഗിക്കുള്ളൂ, അധികമായി നമ്മൾ സമയം ചോദിക്കൂല എന്ന് നമ്മൾ തീരുമാനിച്ചു. എൻ്റെ ഫോൺ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു ഉറച്ച മനസ്സിലെ തീരുമാനം ഉണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ പടച്ചോനോട് നമ്മൾ പറയാം, പടച്ചോനെ ഈ പുതിയ കാലത്ത് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന, ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുള്ളത് കൊണ്ട് അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് തരണേ എന്നൊരു പ്രാർത്ഥന നമ്മൾ നടത്തുക. പടച്ചോനോട് നമ്മൾ പ്രാർത്ഥിക്കുക, പടച്ചോനെ റബ്ബി സിദ്നി ഇൽമ, പടച്ചോനെ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ, വിജ്ഞാനം ഉയർത്തി തരണേ, കൂട്ടിത്തരണേ എന്നൊരു പ്രാർത്ഥന നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിശാചിൻ്റെതായ ദുർബോധനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നല്ല ആളുകളായി മാറി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നിയന്ത്രിക്കാനുള്ള ഒരുപാട് വഴികൾ ഇനിയും കുറേ ആളുകൾ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ കമൻറ്റിൽ കുറേ ആൾക്കാർക്ക് പിന്നെ കുറേ ആൾക്കാർ കമൻറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും കുറേ ആൾക്കാർ കൈ ഉയർത്തി നിൽക്കുന്നുണ്ട്, ഓൽക്കൊക്കെ അവസരം തരണം എന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് അറിയാലോ കുറേ ആൾക്കാരുണ്ട്, എല്ലാവർക്കും കൂടി അവസരം തരാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ ഒരാളെ കൂടി നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ, ആരായിരിക്കും ആ ഭാഗ്യവാൻ എന്ന് നമുക്ക് നോക്കാം. പിന്നെ അഫ്ഫാൻ ആൻഡ് അൻസൽ, അഫ്ഫാനും അൻസലും ഉണ്ട്. അതിൽ ഓല എന്താ പറയണമെന്ന് കൂടി നമുക്ക് നോക്കാം. അഫ്ഫാനും അൻസലും കുറേ നേരമായി കൈയുയർത്തി നിൽക്കണം. അഫ്ഫാനും അൻസലും പറയും മോനെ, ഓൽക്ക് മൈക്ക് കൊടുക്കി അഫ്ഫാനും അൻസലിനും. പറയും മോനെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ചു പറയണേ? എൻ്റെ ഒന്ന് കേൾക്കട്ടെ. TV എടുക്കുന്ന സമയത്ത് നമ്മൾ മാത്സ് അങ്ങനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതാക്കുക. എന്നിട്ട് ഷോർട്സും മൂവീസും നെറ്റ്ഫ്ലിക്സ് എല്ലാം ഡിലീറ്റ് ആക്കി അതൊന്നും കാണാണ്ടിരിക്കുക, അങ്ങനെല്ലാം ആക്കുക. എന്നിട്ട് കണ്ടിന്യൂ. അടിപൊളി പോയിന്റാണ് ഓൻ പറഞ്ഞത്. ഫോണിൽ നിന്ന് നമ്മളെ വഴികേടിലാക്കുന്ന ആപ്ലിക്കേഷനുകൾ ഡിലീറ്റ് ചെയ്യുക. ചില ആപ്ലിക്കേഷനുകൾ നമ്മൾ സമ്പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യുക. അതിന്നെ അനാവശ്യമായി കുറേ കാഴ്ചകളിലേക്ക് നയിക്കുകയാണ്, ഞാനത് കാണുന്നില്ല, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ പിന്നെ വേറെ കുറച്ചുകൂടി പഴയ തലമുറയാണെങ്കിൽ ഫേസ്ബുക്കും ഒക്കെ കുറേ സമയം നമുക്കതിൽ ചിലവാകുന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് രണ്ടും ഡിലീറ്റ് ചെയ്യുക. അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണ്ട, ആപ്പ് ഡിലീറ്റ് ചെയ്യുക. എന്തെങ്കിലും അത്യാവശ്യത്തിന് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ബ്രൗസറിൽ കയറിയിട്ട് അത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുക, അപ്പോൾ ശല്യം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. ആ കൂട്ടുകാരൻ അവൻ്റെ കോണ്ടാക്ട്സ് ഒന്നും വാട്സാപ്പിൽ സിങ്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ്? അപ്പോൾ എനിക്ക് പിന്നെ സ്റ്റാറ്റസുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവൻ പറഞ്ഞത്. സ്റ്റാറ്റസുകൾ കാണാതിരിക്കാൻ. അപ്പോൾ നോക്കൂ, ഓരോരുത്തരും നല്ല ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ആ സ്റ്റാറ്റസുകൾ കണ്ടാൽ ഞാൻ അയിമ നെക്കി പോകണ്ട. അപ്പോൾ അത്യാവശ്യമുള്ള ആൾക്കാരെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം? അത്യാവശ്യമുള്ള ആൾക്കാരെ ഞാൻ അവരുടെ നമ്പറുകൾ ഇതിൽ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ കാണും. കോണ്ടാക്ട് സിങ്ക് ചെയ്യാതെ വാട്സാപ്പിൽ വേണമെങ്കിൽ ആ കോണ്ടാക്ട് മാത്രം വാട്സാപ്പിൽ സേവ് ചെയ്ത് വെക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവന് അത് എന്നെ ഇത്
ഫോൺ ഉപയോഗിക്കരുത്, എന്നെ ഫോൺ ഉപയോഗിക്കരുത്. അതാ അവരുടെ തീരുമാനം. നമ്മൾ യഥാർത്ഥത്തിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അഫാൻ പോയിന്റ് കറക്റ്റ് ആണ് മോനെ, കറക്റ്റ് ആണ്. ഇനി മ്യൂട്ട് ചെയ്തോ, കറക്റ്റ് മ്യൂട്ട് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഞാൻ ഫോൺ ഉപയോഗിക്കല്ലേ ചെയ്യണത്, ഫോൺ യഥാർത്ഥത്തിൽ എന്നെ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഞാൻ ഫോൺ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്, ഫോൺ എന്നെ ഉപയോഗിക്കുകയാണ്. എന്നെ ഇതിൽ തന്നെ കുറേ സമയം കെട്ടിയിടാനുള്ള തന്ത്രങ്ങൾ മൊബൈൽ ഫോണിനുണ്ട്, അതിൻ്റെ അൽഗോരിതങ്ങൾക്കുണ്ട്, അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇന്ന് നമ്മുടെ താജുദ്ദീൻ ഉസ്താദിന്, നമ്മുടെ സദർ മുദരിസിന് ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ചെറിയൊരു യാത്രയിലായതുകൊണ്ടാണ് കയറാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇന്നത്തോടുകൂടി നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കണില്ല. നിങ്ങളോട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതുണ്ടാകും, ഇതുണ്ടാകും, ചോദ്യം ഉണ്ടാവും, ക്വിസ് ഉണ്ടാവും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉള്ള പിന്നെ മറ്റു കുട്ടികളെ ചേർത്ത ആളുകൾക്കുള്ള സമ്മാനം ഉണ്ടാവും, അത് ആരാണെന്ന് ചോദിക്കും. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നാളെ ഒരു ദിവസം കൂടി നമ്മൾ ക്ലാസ് തുടരുകയാണ്. കുറേ രക്ഷിതാക്കൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇത് ക്ലാസ് തുടർന്നും വേണം, ഒരു ദിവസം കൂടി ക്ലാസ് വേണം എന്നൊക്കെ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ രക്ഷിതാക്കളുടെ ആവശ്യവും കുട്ടികളുടെ ആവശ്യവും ഒക്കെ പരിഗണിച്ച് നമ്മൾ നാളെ കൂടി ഇൻഷാ അല്ലാഹ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. എന്താണ് കണ്ടിന്യൂ ചെയ്യണതിൽ നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ കൈ ഉയർത്തുക, ഓക്കെ എന്ന് പറയാം. മാഷാ അല്ലാഹ്, കുറേ ആൾക്കാർ ക്ലാസ് ഇനിയും തുടരാനും ഒക്കെയാണ്. ഞാൻ സദർ മുദരിസിനോട് പറയാം, എൻ്റെ കുട്ടികൾ കുറേ ആൾക്കാർ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലോ, കൈ കുറേ ആൾക്കാർ ഉയർത്തുന്നുണ്ട്. ആ ഉയർത്തനല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, ഞാൻ അങ്ങനെ ഉയർത്താനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ അവസാനമായി നിങ്ങൾ ഒരു ചെറിയ ഒരു കമൻറ്റ് നമ്മുടെ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണം. ചാറ്റ് ബോക്സ് മോനെ, അത് സ്പേസ് റേഡിയോ സ്റ്റുഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഹഫ്സ ബിൻത്ത് അസീസ് കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. പീസ് റേഡിയോ സ്റ്റുഡിയോ കാണിച്ചു തരും. അങ്ങനെ കുറേ എണ്ണം കേട്ടോ, കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ദിവസത്തെ ക്ലാസ് കൂടി നിങ്ങൾക്ക് നൽകണം എന്ന് പറയണത്. അത് പിന്നെ അതോടൊപ്പം ചില ആളുകൾ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, കോഴ്സ് ഓപ്ഷനിൽ കയറിയിട്ട് ഉത്തരം അയക്കാത്ത ചില ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ഉത്തരം അയച്ചിട്ടോ, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അത് ഉത്തരം അയക്കാൻ പറ്റിയിട്ടില്ല. ഓൽക്കത് സംഗതി എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടോന്ന് അറിയില്ല. കോഴ്സ് ഓപ്ഷനിൽ കയറിയ ഈ മദ്രസ ലൈവ് കോഴ്സ് എന്നുണ്ടാകും. ആ ലൈവ് കോഴ്സ് എന്നുള്ളതിൻ്റെ കൂടെ മൊഡ്യൂൾ എന്ന ഭാഗത്ത് 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലാസ് ടെസ്റ്റ് എന്നുണ്ടാവും. ആ ക്ലാസ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഉത്തരം അടയാളപ്പെടുത്താനുള്ള സൗകര്യമുണ്ട്. ക്ലാസ് 2, ക്ലാസ് 3 അതിൻ്റെ ഒക്കെ ഉണ്ടാവും. ഇനി ക്ലാസ് 4 ഇന്നത്തെ ക്ലാസ്സും അവിടെ വരും. അപ്പോൾ ഈ ആപ്ലിക്കേഷനും കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ മോഡൽ എക്സാം നടക്കുന്നത് വരെ, മോഡൽ എക്സാമിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉത്തരം അയക്കാനുള്ള സമയം ഉണ്ടാവും. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അടിപൊളിയായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മൾ നിർത്തില്ലേ, കൺക്ലൂഡ് ചെയ്യല്ലേ, ഓക്കെ അല്ലേ? എന്നാൽ പിന്നെ ഒറ്റ കാര്യം കൂടി നിങ്ങൾ പറഞ്ഞേരി, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാണ് വേണ്ടത്. ഇതിൽ പിന്നെ കുറേ ആൾക്കാർ ഇതിൽ പേര് ഇതുണ്ട് കേട്ടോ, വീഡിയോ ഉണ്ട്, ഓലെ ഞാൻ അതിൽ സ്ക്രീനിൽ കാണുന്നുണ്ട്. എല്ലാവരും എനിക്ക് വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എല്ലാവരും വിളിക്കാൻ നിന്നാൽ യൂട്യൂബിലുള്ള കുറേ ആൾക്കാരുണ്ട്, ഓലൊക്കെ പേര് പറയാൻ നിന്നാൽ അത് മാത്രം ഒരു സെഷനായിരിക്കും. ഞാൻ അങ്ങനെ ഓരോരുത്തരുടെ പേര് പറയൽ മാത്രം ഒരു സെഷൻ. അതിന് നമുക്ക് സമയമില്ലല്ലോ, നമുക്ക് കുറേ കാര്യങ്ങൾ പറയാമല്ലോ. ഇന്ന് തന്നെ നമ്മൾ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിട്ടുപോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റു താജുദ്ദീൻ ഉസ്താദ് കൂടി ഉണ്ടാവേണ്ട സമയത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ പറയാം. അപ്പം നിങ്ങളെല്ലാവരും ഒറ്റ കമൻറ്റ് മാത്രമാണ് ഇതിൽ എഴുതേണ്ടത്. എന്താണ് എഴുതേണ്ടത്? അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്കറിയാവുന്ന പിന്നെ ഏതെങ്കിലും ഭാഷയിൽ നിങ്ങൾക്ക് കമൻറ്റ് എഴുതാം. ഇനി ആ കമൻറ്റ് മാത്രമാണ് നമുക്ക് ഇതിൽ ചാറ്റിൽ വരാൻ പാടുള്ളൂ, വേറെ കമൻറ്റുകൾ അതിൽ എഴുതണ്ട. നിങ്ങൾക്കുള്ള രക്ഷിതാക്കൾക്കുള്ള ഫീഡ്ബാക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫീഡ്ബാക്കൊക്കെ കോഴ്സ് ഓപ്ഷനിലുള്ള ഫീഡ്ബാക്ക് വഴിയാണ് നിങ്ങൾ അറിയിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മാത്രം, ഫീഡ്ബാക്ക് ഇതിൽ എഴുതരുത്, ഇത് മാത്രമാണ് എഴുതേണ്ടത്. ഞാൻ എൻ്റെ ഫോൺ നിയന്ത്രിക്കും. അത് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഭാഷയിലോ നിങ്ങൾക്കത് എഴുതാം. യെസ്, ഞാൻ എൻ്റെ ഫോൺ നിയന്ത്രിക്കും. അത് നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അത് മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം, എനിക്കത് നിയന്ത്രിക്കാൻ കഴിയും എന്ന് മംഗ്ലീഷിൽ എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ എഴുതാം. മാഷാ അല്ലാഹ് എത്രങ്ങാനും ആൾക്കാരാണ് എഴുതണം. മുഹമ്മദ് റിസ്വാൻ, മൻഹ ഫാത്തിമ, സൈനബ്, ആയിഷ ഹാദിയ, ആയിഷ ഇർഷാദ്, അഹമ്മദ് സിദാൻ, ആർ എസ് നിഅമത്ത്, നാദിയ,
റിഷാൻ, ഹാസിം റഷീദ്, സാലിം ബിൻ സാദിഖ്, ഓ അമാനാത്തിഫ് പരപ്പനങ്ങാടി, അസീം, പിന്നെ അംന, മാഷാല്ലോ മാഷാല്ലോ. സോറി ട്ടാ, യൂട്യൂബിലുള്ള ആൾക്കാരോട് റിയലി സോറി, വെരി വെരി സോറി. നിങ്ങളെ നമുക്ക് പരിഗണിക്കാൻ കഴിയണില്ല, നിങ്ങളെ കാണാനും നമുക്ക് കഴിയണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, അടുത്ത ക്ലാസ് നിങ്ങൾ വേഗം എൻറോൾ ചെയ്തിട്ട് സൂം ലിങ്കിൽ വഴി വരിക. കുറേ ആൾക്കാർ, ആയിഷ, മുർഷിദ്, റയ്യാൻ, താരിഖ്, അങ്ങനെ തുടങ്ങിയതാ എത്രങ്ങാനും ആൾക്കാർ. അപ്പോൾ നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇത് നിങ്ങൾ വെറുതെ പറഞ്ഞതല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളത് മനസ്സിലാക്കി ഇതിൻ്റെ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ് ഉറച്ച തീരുമാനം എടുത്തതാണ്. അപ്പോൾ നേരത്തെ നമ്മളെ കൂട്ടുകാരി ഒരാൾ പറഞ്ഞല്ലോ, ഓള് പറഞ്ഞല്ലോ ഉറച്ച് തീരുമാനിക്കുക. അപ്പോൾ ഉറച്ച് തീരുമാനിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എനിക്കെൻ്റെ ഫോണ് കൺട്രോൾ ചെയ്യാൻ കഴിയും, ഞാൻ നിയന്ത്രിക്കും എന്ന് ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ നമുക്കപ്പോൾ കൺക്ലൂഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഉത്തരം എല്ലാവരും അയക്കാം. നാളത്തെ ക്ലാസ് ഇതേ സമയത്ത് തന്നെ നമുക്ക് ആരംഭിക്കാം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ.